now you are live there. Okay, fine. Thank you. Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 19th July 2022. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളില്ലായിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു, നെറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇന്ന് അതിലും വലിയ പ്രോബ്ലം ആയിരുന്നു നമ്മുടെ യൂട്യൂബിന്. പിന്നെ ഞാൻ ടെക്നിക്കൽ ടീമിനെയൊക്കെ വിളിച്ച് സെറ്റാക്കിയുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ്. ഒരുപാട് സമയം വൈകിയല്ലേ ഇന്ന് നമ്മൾ. ഇതിനെ കറക്റ്റ് ബാക്ക് ടു 9 o'clock. നമ്മളിപ്പോൾ ഒരു 9 o'clock ആയി ടൈം. എനിവേയ്സ് ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ എഡിറ്റോറിയൽ ഇന്ന് ഡിസ്കസ് ചെയ്യണം. ബിക്കോസ് ഇന്നലെ നമ്മൾ മിസ്സാക്കി അല്ലേ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ കോട്ട് വെച്ച്, ലൈഫ് നെവർ സീംസ് ടു ബി ദ വേ വി വാണ്ട് ഇറ്റ്, ബട്ട് വി ലിവ് ഇറ്റ് ദ ബെസ്റ്റ് വി ക്യാൻ. ദർ ഇസ് നോ പെർഫെക്റ്റ് ലൈഫ്, ബട്ട് വി ക്യാൻ ഫിൽ ഇറ്റ് വിത്ത് പെർഫെക്റ്റ് മൊമെന്റ്സ്. ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്ലാൻ ഇട്ടൊക്കെ വരും. പക്ഷേ മേ ബി ആ പ്ലാൻ വർക്ക്ഔട്ട് ആവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ വാട്ട് വി ഡിസയർ അതുപോലെ നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ എങ്ങനെയാണോ നമുക്ക് ലൈഫിൽ വന്നു ചേരുന്ന അവസ്ഥ, കണ്ടീഷൻസ്, സിറ്റുവേഷൻ, അത് നമുക്ക് ആ ബെസ്റ്റ്, നമ്മളെ കൊണ്ട് പറ്റിയ രീതിയിൽ ദ ബെസ്റ്റ് വേ വി ക്യാൻ ഡു കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടൊരു ലൈഫൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് നത്തിങ് പെർഫെക്റ്റ് അല്ലേ. ലൈഫ് പെർഫെക്റ്റ് ആയൊരു സംഭവമൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പെർഫെക്റ്റ് മൊമെൻറ്റ്സ് ഉണ്ട്. ആ മൊമെൻറ്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈഫിന് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട് എവ്രി വൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് നേരം ചെയ്തിട്ടാണ് ഇതൊക്കെ കിട്ടിയത്. എനിവേ ഇന്ന് യൂട്യൂബിലെ പ്രശ്നമായിരുന്നു, എൻ്റെ പ്രശ്നമല്ല കേട്ടോ. ബട്ട് ഐ എം സോറി ആൻഡ് ഐ റിയലി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ്. ടൈം ലാഗ് ചെയ്തതിന് ഐ എം സോ സോറി ഫോർ ദാറ്റ്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ Adda247 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ Adda247 ആപ്പും ഡൗൺലോഡ് ചെയ്യുക. കാര്യം നിങ്ങൾക്കിതിൽ ഒരുപാട് ക്ലാസ്സുകൾ, നോളജുള്ള എല്ലാത്തിനും നോളജ് കിട്ടും. ക്ലാസ്സസ് ഇപ്പോൾ PSC ക്ലാസ് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ESIC ആയിക്കോട്ടെ, അതുപോലെ ഇൻഷുറൻസ്, സുപ്രീം കോർട്ട് ക്ലാസ്, അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സുകൾ, LDC ദേവസ്വം ബോർഡ് LDC ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കൂടാതെ ആപ്പിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ നിങ്ങൾക്ക് ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാം ഡെയിലി. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ആരും മറന്നിട്ടില്ലല്ലോ. സെൻട്രൽ എക്സാംസിന് Adda247 കേരള സെൻട്രൽ എക്സാംസ് ചാനലുണ്ട്. അതുപോലെ നമ്മുടെ KPSC ഷോർട്ട് സെലക്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ 19-ാം തീയതി, 18 അല്ല 19-ാം തീയതി, ഞാൻ എടുത്ത ഇത് സ്ലൈഡ് മാറിപ്പോയി. ബട്ട് 19th ജൂലൈയിലെ ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസ്, വൊക്കാബുലറി, അതുപോലെ കോംപ്രിഹെൻഷൻ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ എക്സാംസിനും വേണ്ടിയുള്ളവർക്കുള്ള സെഷനാണ്. 8:30ക്കാണ് സെഷൻ. ബട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 8:54 അല്ലേ. നോ പ്രോബ്ലം. നെക്സ്റ്റ് ഡേ വിൽ മേക്ക് ഇറ്റ് അല്ലേ, അപ് ടു യു. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് പറയട്ടെ, ആർട്ടിക്കിൾസ് പറഞ്ഞില്ലല്ലോ. 2 ആർട്ടിക്കിൾ ഉണ്ടേ. ഒന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ സ്കീം ആൻഡ് വാട്ട് ഈസ് അബൌട്ട് ദ ഗ്രോത്ത് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. വാട്ട് ഈസ് ദ ഗ്രോത്ത് ആൻഡ് വെൽഫെയറിനെ പറ്റി ഒരു അനലിറ്റിക്കലായ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടൊരു ആർട്ടിക്കിളുണ്ട്. ഈസി റീഡിംഗ് ആണ്, നിങ്ങൾക്കത് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. പക്ഷേ അതല്ലാതെ നമ്മുടെ കോർട്ടിലെ ഒരു ആർട്ടിക്കിൾ എന്ന് വന്നിട്ടുണ്ട്. അബൌട്ട് ദ സുപ്രീം കോർട്ട് ജസ്റ്റിസിൻ്റെ ഒരു ഓർഡർ, സുപ്രീം കോർട്ട് ജസ്റ്റിസിൻ്റെ ഒരു ലോ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി കനോട്ട് മിസ്. അത് മിസ് ചെയ്യാൻ പറ്റില്ലാത്തൊരു ആർട്ടിക്കിളാണ്. അബൌട്ട് ബെയിൽ, നമ്മുടെ ബെയിലിനെ പറ്റിയൊരു ആർട്ടിക്കിളാണ്. സംതിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ഡേറ്റ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമത്തിന് വരുന്ന എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. കാരണം ജനറൽ അവയർനെസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ആ കാര്യങ്ങൾ നമുക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട. വിത്ത് അവർ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് എക്സെട്ര. സ്റ്റാർട്ടിങ് വിത്ത് ആൻ ഇഡിയം. ഇഡിയം നോക്കിയ പിള്ളേരെ, പുട്ട് കാർട്ട് ബിഫോർ ഹോഴ്സ്. ഞാൻ ഇത് മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്, ഇഡിയമാണ്. പുട്ട് കാർട്ട് ബിഫോർ ഹോഴ്സ്. കാര്യം ഒരു ഹോഴ്സ് കാർട്ട് നമ്മൾ പറയില്ലേ, കുതിരവണ്ടിക്ക് ആദ്യം കാർട്ട് പിന്നെയാണോ ഹോഴ്സ്? അല്ല, ആദ്യം ഹോഴ്സ്, അത് ബാക്കിൽ കാർട്ട്. അപ്പോഴാണ് പ്രോപ്പറായിട്ട് പോവുക. കാര്യം മുമ്പിൽ കുതിരയും പുറകിൽ കാർട്ടുമാണെങ്കിൽ ലോഡ് വലിച്ച് കുതിരയിങ്ങനെ, അല്ല ആൾക്കാരെ ആരെയാണോ വഹിക്കുന്നത് അവരെ വഹിച്ചുകൊണ്ട് കുതിര പോകും. പക്ഷേ കുതിര പുറകിലും കാർട്ട് മുമ്പിലും ആണെങ്കിൽ പരിപാടി മൊത്തം കുളമായി അല്ലേ, സംഭവം നടക്കില്ല.
വർക്കൗട്ട് ആവില്ല. സോ ദാറ്റ് മീൻസ് യു ഡു സംതിങ്, പുട്ട് കാർഡ് ബിഫോർ ഹോഴ്സ് എന്നാണ് ഇതിൻ്റെ ഇഡിയം. ഇന്നത്തെ ടൈറ്റിൽ തന്നെ കാർഡ് ബിഫോർ ഹോഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഡു സംതിങ് ഇൻ റോങ് ഓർഡർ, അതാണ് നമ്മുടെ മീനിങ്. ഒരു കാര്യം നമ്മൾ വളരെ തെറ്റായ ഒരു ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പുട്ട് കാർഡ് ബിഫോർ ഹോഴ്സ്. ഓക്കെ, ഓർത്ത് വെച്ചോണം, നമ്മൾ ആവശ്യം വരും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറയുന്ന ഇഡിയംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അതെ 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 നന്ദന, ഇന്ന് ഞാൻ ഇംഗ്ലീഷിനെ പറ്റി ഒരു സെഷൻ ചെയ്യുന്നുണ്ട് 3 മണിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം ബോർഡിൻ്റെ ഇംഗ്ലീഷിനെ പറ്റി ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ അപ്ഡേറ്റഡ് സിലബസ് വന്നു, എക്സാം ഡേറ്റ് വന്നു. അങ്ങനെ നമുക്ക് സെപ്റ്റംബറിൽ എന്തായാലും എക്സാം ഉണ്ട് 18 അല്ലേ. അതുകൂടാതെ നമുക്ക് അപ്ഡേറ്റഡ് സിലബസ് വന്നു. അപ്പോൾ ഇംഗ്ലീഷിന് 10 മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, അത് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം, ചെയ്യാം. ഓക്കെ, ഇതാരിത്? ഹരിയോ? ഗുഡ് മോർണിംഗ് ഹരി, വെൽക്കം ബാക്ക് ലൈവിലേക്ക് കേട്ടോ, ലൈവിലേക്ക് എവ്രി വൺ ഗുഡ് മോർണിംഗ് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ പോവാം. ഫിഷ് ഫോർ സംതിങ്. നമ്മൾ ഒന്ന് ഫിഷ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരർത്ഥമുണ്ട്, ലിറ്ററലി ഫിഷ് ചെയ്യുക, എന്താണ്, മീൻ പിടിക്കുക അല്ലേ, ഫിഷ് ഫോർ സംതിങ് അല്ലേ, ഫിഷ് ചെയ്യാന്ന് പറയുള്ളൂ, ഫിഷ് ഫോർ സംതിങ് എന്ന് പറയില്ല. പക്ഷേ ഫിഷ് ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് മാറി. ട്രൈ ടു ഒബ്റ്റെയിൻ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു, അതിനാണ് ഫിഷ് ഫോർ. ഫോർ എക്സാമ്പിൾ, പൊളിറ്റീഷ്യൻസ് ഫിഷ് ഫോർ പോപ്പുലിസം. ആൾക്കാരുടെ പോപ്പുലർ സപ്പോർട്ടിന് വേണ്ടി ഫിഷ് ചെയ്യാറുണ്ട്. ആൾക്കാരെ സപ്പോർട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ, ക്യാൻവാസിങ്ങിലൂടെയൊക്കെ. പോലീസും നടത്താറുണ്ട് അങ്ങനെ കുറേ അല്ലെ, കൾപ്രിറ്റിനെ പിടിക്കാൻ വേണ്ടി അല്ലേ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അങ്ങനത്തെ ഒരു ആർട്ടിക്കിളാണ് ഇന്ന് വരുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ ഫിഷ് ഫോർ എന്ന് നമുക്ക് മനസ്സിലാവും. ഫിഷ് ഫോർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു കാര്യം നേടിയെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതിനെയാണ് ഫിഷ് ഫോർ എന്ന് പറയാം. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത് നോക്കിക്കോ, പിന്നെ ലിറ്ററലി ഇൻ എ നെഗറ്റീവ് സെൻസ് ആണ് നമ്മളതിനെ പറയുക കേട്ടോ, അത് ഓർത്തോണം. ക്രാക്ക് ഡൗൺ ഓൺ സംതിങ് ഓർ സംബഡി. ക്രാക്ക് ഡൗൺ ഓൺ സംതിങ് ഓർ സംബഡി. സംതിങ് ഫിഷി, ഫിഷ് വെച്ചിട്ട് ഒരുപാട് ഇഡിയം ഉണ്ട് കേട്ടോ. യെസ്, സംതിങ് ഫിഷി തന്നെ പറയും എന്തോ ഒരു വശവശം ഉണ്ടല്ലോ എന്നാണ് അല്ലേ. ദർ ഇസ് സംതിങ് ഫിഷി ഓവർ ഹിയർ, എന്തോ ഒരു അല്ലേ സംതിങ് അല്ലേ ബാഡ് ആണല്ലേ. ഐ സ്മെൽ റാറ്റ് ഹിയർ എന്നൊക്കെ പറയുന്ന പോലെ സെയിം ചെയ്യണം സാധാരണ, സസ്പീഷ്യസ് ആയിട്ടൊരു കാര്യം. അതുപോലെ ഫിഷ് ഇഡിയം എല്ലാം ഒരു ലിറ്റിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു സാധനമാണ്, ഓർത്തോണം. ക്രാക്ക് ഡൗൺ ഓൺ സംതിങ് ഓർ സംബഡി. അടുത്തത് ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോലീസിന് ഇൻവെസ്റ്റിഗേഷന് റിലേറ്റഡ് ആയ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ തന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്ത്. ക്രാക്ക് ഡൗൺ ഓൺ സംബഡി ഓർ സംതിങ് എന്ന് പറഞ്ഞാൽ ബി സ്ട്രിക്റ്റർ വിത്ത് സംബഡി ഓർ സംതിങ്. ഒരാളോട് ഓർ ഒരു കാര്യത്തോട് നമ്മൾ വളരെ സ്ട്രിക്റ്റർ ആവുകയാണ്. ബി സ്ട്രിക്റ്റ് അല്ല സ്ട്രിക്റ്റർ ആണ്, അതിനാണ്. അതായത് കുറച്ചുകൂടി കൂടുതലായ റെഗുലേഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യുക, അതിനെ നമ്മൾ പറയുന്നതാണ് ക്രാക്ക് ഡൗൺ ഓൺ സംതിങ് ഓർ സംബഡി. ഓർത്ത് വെച്ചോണേ, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് ഒരു ഫ്രേസൽ വേർബാണ്, ക്രാക്ക് ഡൗൺ ചെയ്യാം എന്ന് പറയും. അപ്പോൾ ഓൺ സംബഡി, അത് ഓൺ വരും, അതിനുശേഷം ഓൺ ഉണ്ടെന്ന് നിർബന്ധിച്ച് ഓർത്തിച്ചോണം കേട്ടോ. ഓൺ സംബഡി ഓർ ഓൺ സംതിങ് എന്നാണ് ഈ യൂസ് വരിക. അപ്പോൾ അതിൻ്റെ ആൻസർ മീനിങ് ഇങ്ങനെ വരും, ബി സ്ട്രിക്റ്റർ വിത്ത് സംബഡി അല്ലെങ്കിൽ ഓർ വിത്ത് സംതിങ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, മാം എന്നെ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ നിന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ, നിന്നെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓൾ റൈറ്റ്, ഹിസ് അൾട്ടിമേറ്റ് ഗോൾ വാസ് ടു ഫിഷ് ഫോർ എ സെക്യൂർ ജോബ്. ഗ്രേറ്റ്, ഓൾ റൈറ്റ്, അത് കൊള്ളാം, അത് നല്ല സെൻറ്റൻസ് ആണ്. To get married first and then get a job is putting the cart before the horse. Very good, great work. അത് തന്നെയാണ് putting the horse അല്ലേ. ആദ്യം ഒന്ന് കല്യാണം കഴിച്ചേക്കാം, എന്നിട്ട് ജോലി മേടിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ റോങ് ഓർഡർ അല്ലേ. ഒട്ടും സെറ്റിൽ ആവാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല മാരേജ് ഇസ് ഓഫ് കോഴ്സ് എ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഓൾറെഡി അതിനുവേണ്ടി യു ഹാവ് ടു ബി പ്രിപ്പയർഡ് എന്നല്ലേ. നന്ദന, വെരി ഗുഡ് സെൻറ്റൻസ്. അപ്പോൾ അടുത്ത് നോക്കിക്കേ, ലേ ഡൗൺ. ഈ ലേ ഡൗൺ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ ലേ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോമുലേറ്റ് ചെയ്യുക. ലേ ഡൗൺ എന്ന ഒരു ഫ്രേസൽ വേർബാണ്. ലേ ഡൗൺ മീൻസ് ഫോമുലേറ്റ് ചെയ്യുക ഒരു കാര്യം. യു ലേ ഡൗൺ ദ ഗവൺമെൻറ് ലേസ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഇവിടെ ലേ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം വെക്കുക എന്ന് പറയില്ല, ലിറ്ററലി വെക്കുക എന്ന് പറയില്ല, അതാണ് ലേ എന്നുള്ള അർത്ഥത്തിൽ പറയുക അല്ലേ. അപ്പം വെക്കുക എന്ന് പറഞ്ഞാൽ ഫോമുലേറ്റ് ചെയ്യുക ഒരു കാര്യം, നിയമം പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യുക എന്നൊക്കെയാണ് ലേ ഡൗൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തത് കോൾ ഫോർ. ലേ ഡൗൺ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. കോൾ ഫോർ നിങ്ങൾക്ക് അറിയാം, ഡെയിലി വരുന്നതാണ്. ഇതിപ്പോൾ ഒരു ദിവസവും മുടക്കുന്നില്ല, എല്ലാ ദിവസവും ഉണ്ട്. ഡിമാൻഡ് ചെയ്യുക ഓർ റിക്വസ്റ്റ് ചെയ്യുക. യു കോൾ ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ യു ഡിമാൻഡ് സംതിങ് ഓർ യു റിക്വസ്റ്റ് സംതിങ്. ദാറ്റ്സ് ഇറ്റ്.
അടുത്തത് കട്ട് ക്രോസ്. കുറച്ച് നാളുകളായി നമ്മളൊന്ന് മിസ് ചെയ്ത ഒരു ഫ്രേസൽ വേർബാണ്. കട്ട് ക്രോസ് മീൻസ് ട്രാൻസെൻഡ്, അതുക്കും മേലെ. നമ്മൾ പറഞ്ഞായിരുന്നു അതുക്കും മേലെ. ദാറ്റ് മീൻസ് ഗോ ബിയോണ്ട് സംതിങ്. ഒരു കാര്യം നമ്മൾ വിചാരിച്ചതിനൊക്കെ അതിലങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കട്ട് അക്രോസ് ദി ബൗണ്ടറീസ് എന്ന് പറയല്ലേ. ഇറ്റ് കട്ട് അക്രോസ് ദി ബൗണ്ടറി. അതായത് അതുക്കും മേലെ പോകും, ട്രാൻസെൻഡ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന അത് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ് എന്ന് പറയില്ലേ, ദാറ്റ്സ് കട്ട് അക്രോസ്. ഓക്കെ, ഫ്രേസൽ വേർബാണ്, ഓർത്തോണം. ആൻഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ് കിക്ക് ഇൻ. കിക്ക് ഇൻ ചെയ്യാൻ മീൻസ് കം ഇൻ ടു എഫക്റ്റ് ഓർ ഓപ്പറേഷൻ. ഒരു കാര്യം നടപ്പിലാക്കുക, നടപ്പിലോട്ട് വരിക അല്ലേ. ഒരു കാര്യം സംഭവം നടന്നു പോവുക. നടന്നു പോയി ഇൻ ദ സെൻസ് മനസ്സിലായല്ലോ, നടപടിയാകുക അങ്ങനെ പറയില്ലേ, അതാണ് കം ഇൻ ടു എഫക്റ്റ്. അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരിക. ദാറ്റ്സ് ഇറ്റ്, മലയാളം അതാ നല്ലത്. പ്രാബല്യത്തിൽ വരിക, കം ഇൻ ടു എഫക്റ്റ് ഓർ ഓപ്പറേഷൻ, ദാറ്റ് ഇസ് കിക്ക് ഇൻ. ഡിസ്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അല്ലേ. ദാസ് സെന്റൻസ് മാറ്റിയോ? ഓക്കെ, ശരി. ഓൾ റൈറ്റ്. ഡ്രഗ് പെഡ്ലേഴ്സ് ട്രൈങ് ടു ഫിഷിംഗ് അല്ല, ട്രൈ ടു ഫിഷ് ആണ്. 2+ ഇൻഫിനിറ്റീവ് വരത്തുള്ളൂ കേട്ടോ. ആർ ട്രൈങ് ടു ഫിഷ് ടീനേജേഴ്സ് അറൌണ്ട് ദ പ്രിമൈസസ് ഓഫ് കോളേജസ്. ഗ്രേറ്റ് സെന്റൻസ്. പ്രിമൈസസിന്റെ സ്പെല്ലിംഗ് കൂടി നോക്കണേ. PREMI, PRI അല്ല, PREMI. അനക ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോണേ. സ്പെല്ലിംഗ് ഇച്ചിരി പ്രശ്നമാകുന്നുണ്ട് അനകയുടെ. ഞാനൊന്ന് ആസ് എ സജഷൻ ഐ എം ടെലിംഗ് യു. പ്രിമൈസസിന്റെ സ്പെല്ലിംഗ് PREMISES, പ്രിമൈസസ് കേട്ടോ. ഓക്കെ. ദ ഗവൺമെന്റ് ഹാഡ് ക്രാക്ക് ഡൗൺ ഓൺ ഓപ്പോസിഷൻസ്. ഗ്രേറ്റ്. ബീൻ സ്ട്രിക്റ്റർ ഓൺ ഓപ്പോസിഷൻസ്. ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഓൾ റൈറ്റ്. അടുത്തത് സ്റ്റാൻഡിംഗ് ഓർഡർ. വാട്ട് ഈസ് സ്റ്റാൻഡിംഗ് ഓർഡർ? സ്റ്റാൻഡിംഗ് ഓർഡർ മീൻസ് ഇൻസ്ട്രക്ഷൻ ഇൻ ഫോഴ്സ് പെർമനന്റ്ലി. സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണും, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ പ്രഖ്യാപിച്ചു. എന്താ സ്റ്റാൻഡിംഗ് ഓർഡർ? സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഫോഴ്സിലോട്ട് വരിക, പ്രാബല്യത്തിലോട്ട് വരുവാണ്. ഇൻ ഫോഴ്സ് പെർമനൻ്റ്ലി, താൽക്കാലികമായിട്ട്. എന്തോ ഒരു കാര്യം, വലിയൊരു കാര്യം നടക്കാനുണ്ട്, അത് വരുന്നത് വരെ തൽക്കാലത്തേക്ക്. ഇപ്പം ഇമീഡിയറ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം, ഒരു ആക്ഷൻ ചെയ്യാണ് കാര്യം. അത് വേറൊരു കാര്യം നമുക്ക് കൊണ്ടുവരണം, അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ നമുക്ക് കൊണ്ടുവരണം. അത് വരുമ്പോൾ ഇതങ്ങ് പൊക്കോളും. അപ്പോഴേക്കും അത് ക്യാൻസൽ ആവും. അപ്പോഴേക്കും ഈ സ്റ്റാൻഡിംഗ് ഓർഡർ ക്യാൻസൽ ആവും. അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ട് നമ്മൾ വെക്കുന്ന, പെർമനൻ്റ് ആയിട്ടൊന്ന് അതായത് ഇത് നമുക്ക് ടെമ്പററി, അതുവരെ നല്ല ടെമ്പററി അല്ല, ഇപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഓർഡറാണ്. പക്ഷെ വേറെ എന്തെങ്കിലും വന്ന് ഇത് മാറ്റാൻ വേണമെങ്കിൽ നമുക്ക് വേറൊരു ക്യാൻസൽ ചെയ്ത് വേറൊരു ഓർഡർ കൊടുക്കാം. ബട്ട് ഇപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് വേണം, അതുകൊണ്ട് ഗവൺമെൻറ് എടുക്കുന്ന ഒരു ഓർഡറിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറയാം. ഇറ്റ് ഈസ് പെർമനൻ്റ്ലി, ഒരു ഇൻസ്ട്രക്ഷൻ വളരെ പെർമനൻ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ അതിലേക്കാളും കുറച്ചൊരു അപ്ഡേറ്റഡ് വേർഷൻ വന്നാൽ മാറും. കുറച്ച് വ്യത്യാസമുണ്ട് ഈ സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറഞ്ഞ സാധനം. ഇത് ഞാൻ ഇവിടെ ഇടാനുള്ള കാര്യം എന്താ വെച്ചാൽ, ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ ടേമിൽ വരുന്നതാണ്, ലീഗൽ ടേമിൽ വരുന്നതാണ്. ലീഗൽ ടേമിൽ വരുന്ന എന്തും നമുക്ക് എന്തിനു ആവശ്യം വരും? ഈ സുപ്രീം കോർട്ടിൻ്റെ എക്സാമിന് ആവശ്യം വരും. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ക്രാക്ക് ഡൗൺ എന്നൊക്കെ യൂസേജ് ഒക്കെ ഈ പറയുന്ന ഗവൺമെൻറ് യൂസ്, ലീഗൽ യൂസസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഫ്രേസൽ വേർബ്സ് ഒക്കെ. അപ്പോൾ അത് കൂട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാം. സ്റ്റാൻഡിംഗ് ഓർഡർ എന്തായാലും ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇൻസ്ട്രക്ഷൻ ഓർ എ റൂൾ ഓർ എൻ ഓർഡർ ഇൻ ഫോഴ്സ് പെർമനൻ്റ്ലി, അതിനാണ് സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറയാം. മറന്നുപോയത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കട്ടെ. യെസ്, her loud voice cut across the conversation. Past tense ആണല്ലോ കട്ട്, അപ്പോൾ കുഴപ്പമില്ല. കട്ടിൻ്റെ V1, V2, V3 കട്ടാണ്. ഹായ് ചിപ്പി, വെൽക്കം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും എല്ലാവരും വന്നു, ഇപ്പോൾ എല്ലാവരും തന്നെ ഉണ്ട് നമ്മുടെ അല്ലേ ലൈവിൽ. നമ്മുടെ പിള്ളേർ ഉഷാറായിട്ട് എല്ലാവരും തന്നെ ഉണ്ട്, അത് മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഓർത്തിരിക്കാം. സെൻറ്റൻസ് വേഗം തരുക. ഡിമോണിറ്റൈസേഷൻ വാസ് സ്റ്റാൻഡിംഗ് ഓർഡർ കിക്ഡ് ഇൻ a blink of an eye. Blink of an eye ആണ് കേട്ടോ ഷമാസെ. blink of an eye. Demonetization was a standing order kicked in a blink of an eye. Okay, അങ്ങനെ കൊടുക്കണം. Few months ago COVID-19 was cut across. അനക കട്ട് അക്രോസിന്റെ പാസ്റ്റ് ടെൻസ് കട്ട് തന്നെയാണ്. ഞാൻ പറയട്ടെ, ഫ്രേസൽ വേർബുകൾ വരുമ്പോൾ നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? മാറ്റം വരുത്തേണ്ടത് എവിടെയാ? വേർബിന് മാത്രം. യു കെ നോട്ട് ചേഞ്ച് ദ അഡ്വേർബ്. കൂടെയുള്ള അഡ്വേർബിനെയോ കൂടെയുള്ള പ്രിപ്പോസിഷനോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പുട്ട് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സിൽ പുട്ട് എന്ന വേർബിനെയാണ് മാറ്റുള്ളൂ. ഷീ പുട്ട്സ് ദി കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. അവൾ ചെയ്യുന്ന പരിപാടി നീ കണ്ടോ? ഷീ ഈസ് പുട്ടിങ് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ് എന്ന് നമുക്ക് പറയാം. കാര്യം ഇവിടെ ചേഞ്ച് വരുന്ന പുട്ട് എന്ന വേർബിനെയാണ്. ഫിഷ് ഇപ്പോൾ സംതിങ്ങിൽ ഫിഷ് ആണ്, സോ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ ഫിഷ് വേർബാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ക്രാക്ക് ഡൗണിൽ ക്രാക്ഡ് ഡൗൺ പാസ്റ്റ് ടെൻസ് വരുവാണ് ഇത്. ലേ ഡൗണിലാണെങ്കിൽ ലെയ്ഡ്, LAID ലെയ്ഡ് മാറ്റും. അതുപോലെ തന്നെ നോക്കിക്കേ, കോൾ ഫോറിൽ കോളിനാണ് ഞാൻ മാറ്റം വരിക. കട്ട് അക്രോസിൽ കട്ടിനാണ് മാറ്റം വരിക. കട്ടിൻ്റെ പ്രസന്റ് ടെൻസ് കട്ട്സ് ആണ്, പ്രസന്റ് സിംഗുലർ കട്ട്സ് ആണ്.
അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന V2 കട്ട് തന്നെയാണ്. കട്ട് കട്ട് കട്ട്, പുട്ട് പുട്ട് പുട്ട്, V1 V2 V3 ഒക്കെ അത് തന്നെയാണ്. സോ കിക്കിന് കിക്കിൻ, കിക്ഡ് ഇൻ, കിക്സ് ഇൻ എന്നൊക്കെ വരും. മനസ്സിലായല്ലോ? സ്റ്റാൻഡിങ് ഓർഡർ ഇസ് നോട്ട് എ വേർബ് അറ്റ് ഓൾ. അതിൽ വേർബ് അല്ല, അതൊരു സ്റ്റാൻഡിങ് ഓർഡർ, ഒരു ഓർഡർ, ഇപ്പം നിൽക്കുന്ന നിലവിലുള്ള ഓർഡർ എന്ന രീതിയിലാണ് വരുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ അല്ലേ? അങ്ങനെ അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്യൂ മന്ത്സ് അഗോ COVID-19 വാസ് കട്ട് അക്രോസ്. വാസ് കട്ട് അക്രോസിൻ്റെ കാര്യവുമില്ല കേട്ടോ. വാസ് കട്ട് അക്രോസ് വരുമ്പോൾ എക്രോസും കട്ട് ചെയ്യുക, പിന്നെ വാസ് കട്ട് അക്രോസും വേണ്ട. കാര്യം വെച്ചാൽ പാസിവൈസേഷൻ അല്ലല്ലോ ഇത് കൊടുത്തേക്കുന്നത്, അല്ലല്ലോ. അപ്പോൾ എന്ത് കൊടുക്കണം? COVID-19 വെൻ ബിയോണ്ട് ആർ കൺട്രോൾ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലായിപ്പോയി എന്നല്ലേ, വെൻ ബിയോണ്ട് അല്ലേ. അപ്പോൾ ഇത്രോ മതി, വാസ് അവിടെ വേണ്ട, വെറും കട്ട് അക്രോസ് V2 പാസ്റ്റ് ടെൻസ് കൊടുത്താൽ മതി, സിമ്പിൾ പാസ്റ്റിൽ കൊടുത്താൽ മതി കേട്ടോ. The presidential rule in a country is a standing order till the new government come to force അല്ല, till the new government comes to force. കേട്ടോ ശ്രുതി? കാര്യം ന്യൂ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇസ് സിംഗുലർ, സോ കംസ്. ഓക്കെ, സോ വേർബ്. ഹായ് രജൻ, ഹായ്. നിങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയായിരുന്നു. യെസ്, ഗുഡ് മോർണിംഗ്. യാ, എത്ര നാളായല്ലേ ഹരി ലൈവിൽ കണ്ടിട്ട്? ഞാനിപ്പോൾ അതാവത്ത് നിങ്ങളെല്ലാവരും തമ്മിൽ കൂടെ കണ്ടിരുന്ന് വർത്തമാനം പറയുമ്പോൾ ഹരി ലൈവിൽ വന്നിട്ട് കുറേയായി. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്, ബട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ളൊരു, ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് ലൈക്ക് എ ക്ലബ്. എല്ലാവരും ഇല്ലാതെ വരുമ്പോൾ ഐ മിസ് യു പീപ്പിൾ. ഗവൺമെന്റ് ലേസ് ഡൗൺ എ നമ്പർ ഓഫ് വെൽഫെയർ സ്കീംസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. സം നെയ്ബറിംഗ് പീപ്പിൾ ഓൾവേസ് ട്രൈ ടു ഫിഷ് ഫോർ ന്യൂസ് ആൻഡ് സ്പ്രെഡ് ന്യൂസ് വെരി ക്വിക്ക്ലി. ഗ്രേറ്റ്. ഓക്കെ അനൂപ്, എനിക്ക് മനസ്സിലായി നീ ഉദ്ദേശിച്ചത്. ഗ്രേറ്റ് വർക്ക്. ലൈ ഡൗൺ വരും മിസ്സേ. ലൈ ഡൗൺ വേറെയാണ്. ദാറ്റ്സ് റോങ്. അവിടെയാണ് വ്യത്യാസം, അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഐ മീൻ നമ്മുടെ സെൻറ്റൻസുകളിൽ ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതാം അല്ലേ, ലേ ഡൗൺ. യെസ്, ലൈ എന്ന വാക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ കിടക്കുക എന്നുള്ള അർത്ഥമാണ്, കിടക്കുക. അപ്പോൾ ഇതും എന്താ പറയുക, ലൈ ഡൗൺ ഉണ്ട്. ഈ ലൈ ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നു. ഐ എം ലൈങ് ഡൗൺ, ഓർ ഷീസ് ലൈങ് ഡൗൺ, ഓർ ദ ബേബി ഈസ് ലൈങ് ഡൗൺ എന്ന് പറഞ്ഞാൽ കൊച്ചു കിടക്കുക, നിലത്ത് കിടക്കുക, അല്ലെങ്കിൽ ചാരി ഇരിക്കുക, സംതിങ് ലൈക്ക് ദാറ്റ്, അതാണ് അർത്ഥം. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഫ്രേസൽ വേർബ് അല്ല. ലൈ ചെയ്യുക, അതിനുശേഷം ഇൻട്രാൻസിറ്റീവ് വേർബ്, അതിന് ഒബ്ജക്റ്റ് വേണ്ട അതിന്. പക്ഷേ ഇതിന് ഒബ്ജക്റ്റ് വേണം. ലൈ ഡൗൺ എന്ന് പറയുന്നതിന് ലേക്ക് ഒബ്ജക്റ്റീവാണ്. ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്. ഇതൊരു ട്രാൻസിറ്റീവ് വേർബാണ്. അതുകൊണ്ട് ലേ സംതിങ് ഡൗണേ ഇവിടെ വരത്തുള്ളൂ. ലേ ഡൗൺ എന്ന് പറയുമ്പോൾ എപ്പോഴും എവിടെ വരണം? അതുകൊണ്ട് ഞാൻ ചില വെർബ് വരുമ്പോൾ പുട്ട് സംതിങ് ബിഫോർ ദ ഹോഴ്സ് ആണ്, പുട്ട് കാർഡ് ബിഫോർ ഹോഴ്സ്. അപ്പോൾ ഇതുപോലെ വരുമ്പോൾ ടേക്ക് സംതിങ് അവേ, ടേക്ക് ഇറ്റ് അവേ ഫ്രം മീ, ലൈക്ക് ദാറ്റ്, അങ്ങനെ പറയില്ലേ, അങ്ങനെ. അപ്പോൾ ലേ സംതിങ് ഡൗൺ ഇവിടെ വേണം. ട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ നിങ്ങൾ ഫ്രേസൽ വേർബ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും ആ വേർബിന് ശേഷം ഒബ്ജക്റ്റ്, പിന്നെയാണ് നമ്മുടെ ഡൗൺ എന്ന അഡ്വേർബ് കൊടുക്കുകയുള്ളൂ. സോ ഇറ്റ്സ് ലേ ദ റൂൾ ഡൗൺ. മനസ്സിലായോ? അങ്ങനെ ഒരു അർത്ഥത്തിൽ. അതാണ് ചെറിയ വ്യത്യാസം. ലേ എന്ന് പറയാ വെക്കുക അല്ലെങ്കിൽ ഇടുക എന്നൊക്കെയാണ് അർത്ഥം. ഷീ ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയില്ലേ, ആ സാധനം തറക്കല്ലിടുക എന്നുള്ള അർത്ഥത്തിൽ. മനസ്സിലായോ? അപ്പോൾ ലേ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ ലൈൻ ലേയും നമ്മൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവുന്നത്. ഇറ്റ്സ് കൺഫ്യൂസിങ് വേർബ്സ് ആണ്. ഒരു കോൺസെപ്റ്റ്, നമ്മുടെ കൺഫ്യൂസിങ് വേർബ്സിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ എപ്പോഴും എക്സാമിന് വരുന്നത്. അതിപ്പോൾ ഈ ബാങ്ക് എക്സാമിൻ്റെ ലെവൽ മുതൽ നമ്മളങ്ങ് ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാംസ് വരില്ലേ, സ്കൂളിലൊക്കെ വരുന്ന എക്സാംസിൽ വരെ കൺഫ്യൂസിങ് വേർബ്സിൻ്റെ കാറ്റഗറി വരുന്നൊരു സാധനമാണ് ഈ ലേയും ലൈയും. ഓർത്ത് വെച്ചോണം അത് കേട്ടോ. യെസ്, അതാണ് കാര്യം. There is a standing order existing on anti-defection. All right. According to Jim Watkins, a river cuts through a rock not because of its power but because of its persistence. Great. Okay. ഹീറോസ് ഒക്കെ ലാസ്റ്റ് വന്നു. നീ സ്വന്തമായിട്ട് നിന്നെ ഹീറോ എന്ന് വിളിക്കാല്ലേ, കൊള്ളാം. സിൻസ് യു പബ്ലിക് സർവൻസ് ഓൾവേസ് ക്രാക്ക് ഡൗൺ ഓൺ ദെയർ റെസ്പോൺസിബിലിറ്റി. ഗ്രേറ്റ്. യെസ്, ഗ്രേറ്റ്. നീയാ ലാസ്റ്റ് വന്ന്. ശരി, സമ്മതിച്ചു. അഭിനയ ഗുഡ് മോർണിംഗ്. അപ്പോൾ അഭിനയാണ് ലാസ്റ്റ് വന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം. യെസ്, എൻ്റെ പൊന്നെ, കൊള്ളാം റെജിന, നീ കൊള്ളാം. ഇഫ് സമൺ സേസ് യു കാൺ ഡു സംതിങ് ഷോ ദം ബൈ കട്ട് അക്രോസ് ദ ലിമിറ്റ്. ബൈ കട്ട് അക്രോസ് അല്ല അനൂപേ, ബൈ വന്നപ്പോൾ അവിടെ പ്രിപ്പോസിഷൻ വന്നു. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വരണം, അതായത് നൗണോ പ്രൊനൗണോ. അപ്പോൾ വേർബിനെ എങ്ങനെ നമുക്ക് നൗൺ ആക്കാം? ING ഫോം ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ. ഫോർ ദാറ്റ് മീൻസ് ബൈ കട്ടിങ് അക്രോസ് ദി ലിമിറ്റ്. കേട്ടോ? എങ്ങനെയാ നമ്മൾ ജെറണ്ട് എന്ന് പറയില്ലേ, വേർബിന്റെ നൗൺ ഫോർമുലേഷനാണ് ജെറണ്ട് എന്ന് വിളിക്കുക. ING ഫോം ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി. ദാറ്റ് മീൻസ് ഇഫ് someone says you can't do it, show them by cutting across the limit. ഓക്കെ,
ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കും അനൂപേ. ഓക്കെ അല്ലേ? മൂവിങ് ഓൺ, നമുക്ക് പോവാം, സമയം കളയണ്ട. 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം എൻ്റെ കോഡ് Y314 എന്ന കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ, ആരെങ്കിലും ഇനിയും പഠിച്ചു തുടങ്ങി പക്ഷേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കം ആൻഡ് ജോയിൻ ആ കോഴ്സ്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഈ ബുക്ക് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, കൂടാതെ നിങ്ങൾക്ക് ഈ കോഴ്സും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു വിടും. 3400 രൂപയാണ് കോഴ്സ് ഫീ വിത്ത് ഡിഡക്ഷൻ കേട്ടോ. ഡിഡക്ഷനോട് കൂടിയതാണ്. Y314 എന്ന കോഡ് ഉപയോഗിക്കുമ്പോൾ ഓഫർ കോഡ് കൂടിയിട്ടുള്ള എമൗണ്ട് ആണിത്. അതുപോലെ നമ്മുടെ അസ്ത്ര ബാച്ച്, SSCയുടെ ബാച്ച്, കംപ്ലീറ്റ് ബാച്ച് CGL, CHSL, MTS വേണ്ടിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ തുടങ്ങിയതാണ്. എല്ലാ ദിവസവും ക്ലാസ്സില്ല. മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് 4 ദിവസമേ ഉള്ളൂ. ആഴ്ചയിൽ 2 ക്ലാസ്സേ ഉള്ളൂ. ബട്ട് നമ്മുടെ സുപ്രീം കോടതിയൊക്കെ 3 ക്ലാസ്സും ഡെയിലി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോങ് ബാച്ചാണ്, ലൈക്ക് 5 month ബാച്ചാണ്. അപ്പോൾ 2400 രൂപയാണ് നിങ്ങൾക്ക് കോഴ്സ് ഫീ. വരാൻ ജോയിൻ ചെയ്യുക കോഴ്സിൽ കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെ കാര്യം പറഞ്ഞ വാദോരാ സംസാരിക്കും. അപ്പോൾ ഞാനത് ഇടുന്നില്ല. ഇത്തവണ ദിസ് ഇയർ ഇസ് ദ ക്രൂഷ്യൽ ഇയർ എന്ന് ഞാൻ പറയും. കാര്യം വെച്ചാൽ ഇത്തവണ ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇത്തവണ നിങ്ങൾക്ക് കൊണ്ട് പറ്റി. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു വർഷം ഇസ് ആർ ടൈം എന്ന് വിചാരിക്കുക. എന്നിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക ആൻഡ് എക്സാം എഴുതുക. ഇത്തവണ കിട്ടി പിള്ളേരെ ഉറപ്പായിട്ടും. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു ദ വേർഡ്സ്. അധികം വേർഡ്സിലോട്ട് പോകാം. മറ്റ് വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാം എന്നൊക്കെ പറയില്ലേ, അനൗൺസ് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം എന്നൊക്കെ പറയില്ലേ, പ്രൊക്ലെയിം ചെയ്യാം. സോ പ്രൊനൗൺസ്മെന്റ് എന്ന വാക്കിന് നിങ്ങൾ കാണുന്ന മീനിങ്സ് ആയിരിക്കാം നമ്മുടെ പ്രൊക്ലമേഷൻ, ഡിക്ലറേഷൻ, അനൗൺസ്മെന്റ് എന്നൊക്കെ. ഇതിൻ്റെയൊക്കെ TION വാക്കുകൾ വെട്ടി, ഇപ്പം ഞാൻ മേഷൻ വാക്കുകൾ TION വെട്ടി, MENT വെട്ടി എങ്കിൽ യു വിൽ ഗെറ്റ് ദ വേർബ് as well. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേർബ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ MENT കട്ട് ചെയ്തോളയാം. പ്രൊനൗൺസ് ചെയ്യാം. പ്രൊനൗൺസ് വേർബാണ് കേട്ടോ, ഓർത്തോണം. വേർബും നൗണും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അനൗൺസ് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യുക എന്നൊക്കെയാണ് വേർബൽ ഫോമുലേഷൻ. എന്നാൽ അതിൻ്റെ നോൺ ഫോമുലേഷൻ ആണ് പ്രൊനൗൺസ്മെന്റ്, അനൗൺസ്മെന്റ്, ഡിക്ലറേഷൻ ആൻഡ് പ്രൊക്ലമേഷൻ. ഓർത്തോണം. അടുത്തത് ബിമോൺ. ഓക്കെ. ബിമോൺ എന്ന വാക്ക് ലാമെന്റ്. രണ്ടാമത്തെ അതിൻ്റെ മീനിങ് വരുമ്പോൾ ബിവെയിൽ. ഈ ലാമെന്റ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ, നമ്മൾ വിലപിക്കുക എന്നൊക്കെ പറയില്ലേ, പക്ഷെ അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ലിറ്ററലി ബിമോൺ ചെയ്യുന്ന പറയുമ്പോൾ വി ആർ ബീങ് സാഡ് അബൌട്ട് സംതിങ് ആൻഡ് വി ആർ ഡിസപ്പോയിന്റഡ് അബൌട്ട് സംതിങ്. വി ആർ ഓൾസോ ഡിസപ്പോയിന്റഡ്. നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡും ആണ്. അതിനാണ് ബിവെയിൽ, ലാമെന്റ് എന്നൊക്കെ പറയാം. അതേ സാധനമാണ് യു ഷോഡ് ഡിസപ്രൂവൽ ഓഫ് സംതിങ്, ഡിപ്ലോർ. ബിമോണിന് ഡിപ്ലോർ എന്നൊരു അർത്ഥമുണ്ട്. ആൻഡ് കംപ്ലെയിൻ അബൌട്ട് സംതിങ്, യു ആർ കംപ്ലൈനിങ് അബൌട്ട് സംതിങ്, അതിന് ബിമോൺ എന്ന് പറയും. മനസ്സിലായോ? ഓർത്തോണേ, ഇന്ന് വരുന്ന ബിമോൺ ലിറ്ററലി വിലപിക്കുക ഇൻ ദ സെൻസ് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക എന്നുള്ള അർത്ഥമല്ല. നമ്മളൊരു കാര്യത്തിനോട് ഡിസപ്രൂവ്മെന്റ് കാണിക്കുക, ഡിസപ്പോയിൻമെന്റ് ആൻഡ് ഡിസപ്രൂവൽ കാണിക്കുകയാണ്. യു ആർ ഷോയിങ് ഡിസപ്രൂവൽ ആൻഡ് യുവർ ഡിസപ്പോയിൻമെന്റ് അറ്റ് ദ സെയിം ടൈം. അതിനാണ് നമ്മൾ ബിമോൺ എന്ന വാക്ക് നിങ്ങൾ ഇന്ന് കാണാം. ഓക്കെ. വി ആർ റെഡി ടു കട്ട് അക്രോസ് ആസ് ഇറ്റ് is possible way to fish for dream. അല്ലെ, ഇറ്റ് ഇസ് ആണ്, ഇറ്റ് ഹാസ് അല്ലല്ലോ പാർവതി. വി ആർ റെഡി ടു കട്ട് അക്രോസ് ആസ് ഇറ്റ് ഇസ് പോസിബിൾ വേ ടു ഫിഷ് ഫോർ ഡ്രീം. യെസ്. ഗുഡ് മോർണിംഗ് ശ്രീദേവി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റെഡ് പ്രിൻസ്. ഗുഡ് മോർണിംഗ് അഖിൽ. ഓക്കെ. The GST cuts across the limit and our chief minister wrote to central minister regarding the same. All right. ഞാൻ എന്താ പറഞ്ഞത് തെറ്റിയോ? എനിക്ക് എന്താ പറ്റിയേ? എനിക്കറിയത്തില്ല എന്താ പറ്റി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയോ? അമൗണ്ട് ആണോ ഞാൻ പറഞ്ഞ? അമൗണ്ട് തെറ്റിയോ? മേ ബി. സോറി, അത് ഞാൻ വിട്ടുപോട്ടെ. ഇന്നെല്ലാവരും ഉണ്ട്. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ ടുഗെദർ. ന്യൂ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വിൽ ബി പ്രൊനൗൺസ് സൂൺ. യെസ്, സൂൺ അല്ലേ. അടുത്ത് നോക്കിയാൽ ഹേർഡിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹേർഡിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒബ്സ്റ്റക്കിൾ, തടസ്സം. അല്ലെങ്കിൽ ദർ ആർ ലോട്ട്സ് ഓഫ് ഹേർഡിൽസ് ഇൻ അവർ ലൈഫ് അല്ലേ എന്ന് പറയുന്നത് കേട്ടില്ലേ? സോ ദാറ്റ് മീൻസ് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും ലൈഫിൽ, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ലൈഫിൽ, അല്ലെങ്കിൽ വി ഹാവ് സോ മെനി പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും ലൈഫിൽ. ദാറ്റ് ഈസ് ഹേർഡിൽ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സസ്പെക്ട്. സസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാലും സസ്പെക്റ്റിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിനെ, വേർബായിട്ട് ഉപയോഗിക്കാം അതിനെ, നൗണായിട്ട് ഉപയോഗിക്കാം. സോ സസ്പെക്ട് എന്ന് പറയുമ്പോൾ തന്നെ അക്യൂസ്ഡ് പേഴ്സണാണ്, അതായത് കുറ്റം ചുമത്തപ്പെടുന്ന ഒരാളാണ്. അയാളെ നമ്മൾ സംശയിക്കുകയാണ്, കുറ്റവാളി എന്ന് സംശയിക്കുന്ന ഒരാളെയാണ്.
ബട്ട് കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ച ഒരാളാണ്. വ്യത്യാസം ഓർത്തോണേ. കൺവിക്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ, കൺവിക്റ്റ് എന്നല്ല, കോൺവിക്റ്റ്, നൗൺ ആയിട്ട് വരുമ്പോൾ കോൺവിക്റ്റ്. കോൺവിക്റ്റഡ് ആയ ഒരു പേഴ്സൺ, കോൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺവിക്റ്റഡ് ആയ ഒരു പേഴ്സൺ, സെന്റൻസ് ചെയ്യപ്പെട്ട, ശിക്ഷിക്കപ്പെട്ട, കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെയാണ് നമ്മൾ എന്ത് പറയുക, കോൺവിക്റ്റ് എന്ന് പറയാം. പക്ഷെ സസ്പെക്ട് എന്ന് പറഞ്ഞാൽ സംശയം മാത്രമേ ഉള്ളൂ, അറിയത്തില്ല പുള്ളിയാണോ എന്നുള്ളത്. സോ ഹി ഈസ് ദ അക്യൂസ്ഡ് വൺ. ഇവന്റെ മേലെയാണ് കുറ്റം ആരോപിക്കപ്പെടുന്നത്, ചാർജ് അല്ലെ, കുറ്റം ചാർജ് ചെയ്യപ്പെടുന്ന, അക്യൂസ് ചെയ്യപ്പെടുന്ന ഒരാൾ, ദാറ്റ് ഇസ് സസ്പെക്ട്. വേർബായിട്ട് പറയുകയാണെങ്കിൽ യു ക്യാൻ സേ യു ഡൗട്ട് സംതിങ്, ഐ സസ്പെക്ട് സംതിങ്, ഐ സസ്പെക്ട് ഹിം, ഐ ഡൗട്ട് ഹിം, ഐ ഡിസ്ട്രസ്റ്റ് ഹിം, എനിക്ക് അവന് വിശ്വാസമില്ല കേട്ടോ, ഐ ഡോണ്ട് ബിലീവ് ഹിം, അതാണ് സസ്പെക്ട്. അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ സസ്പീഷ്യസ് എന്നർത്ഥം, ഓർ ഡൂബിയസ്. മനസ്സിലായ? സസ്പീഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയത്തില്ലേ, സംതിങ് ഫിഷ്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡൂബിയസ്. അതിനാണ് നമ്മൾ സസ്പെക്ട് എന്ന വേർബും നൗണും അഡ്ജക്റ്റീവ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, ഓർത്തോളം. അപ്പോൾ നമ്മുടെ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ഉഷാറായ പിള്ളേരെ, ലൈവിലുള്ളവരെല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ആൻഡ് ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഇടാം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ അല്ലേ. ഇഫ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ടു യു എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ഇടുക ആൻഡ് ഷെയർ ഇറ്റ് ടു മാക്സിമം, മറ്റുള്ളവരോടൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി കുറച്ചുകൂടെ വലുതാവട്ടെ. ദാറ്റ്സ് ഇറ്റ് അല്ലേ. സോ നോക്കിയേ, ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? 15 പേര്. എന്താ പിള്ളേരെ, സ്നേഹമില്ലേ? ജാടയാണോ പിള്ളേരെ? ജാടയാണോ? അടുത്ത് നോക്കിയേ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു വേർഡാണ്, ഫസ്റ്റ് ടൈം ഇൻ അവർ എഡിറ്റോറിയൽ സെഷൻ, ഇൻകാർസറേഷൻ. ഇൻകാർസറേഷൻ എന്ന് പറഞ്ഞാൽ നൗൺ ഫോർമുലേഷൻ ആണ്. TION കണ്ടില്ല, അപ്പം തന്നെ ഓർത്ത് ഇറ്റ്സ് നൗൺ ഫോർമുലേഷൻ. ഇൻകാർസറേഷൻ മീൻസ് ഇംപ്രസൺമെന്റ്, തടവിലാക്കപ്പെടുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഇസ് ഇൻകാർസറേഷൻ. അപ്പം അതിൻ്റെ തന്നെയാണ് ഇന്റേൺമെന്റ്. നമ്മളൊരു കുറച്ച് നാളായിട്ട് ഇന്റേൺമെന്റ് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇന്റേൺമെന്റ് മീൻസ് മിലിറ്ററി ഇതിലൊക്കെ ഇല്ലേ, സോൾജേഴ്സിനൊക്കെ മിലിറ്ററി ഇതിൻ്റെ ഭാഗം, മിലിറ്ററി നിയമത്തിൻ്റെ പ്രകാരമായിട്ട് ഒരാളെ ഇംപ്രസൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സേ ഇന്റേൺമെന്റ് എന്ന് തന്നെ പറയാം നമ്മൾ. എന്നാൽ സംഭവം ഇത് തന്നെയാണ്, തടവിലാക്കുന്ന സംഭവം തന്നെയാണ്. ബട്ട് മിലിറ്ററി ട്രൂപ്സ് മിലിറ്ററിയിലാണ് എങ്കിൽ അതിന് ഇന്റേൺമെന്റ് എന്ന് കൃത്യമായിട്ട് പറയാം. അല്ലെ പിന്നെ യു ക്യാൻ സേ ക്യാപ്റ്റിവിറ്റി എന്ന് പറയാം, ഡിറ്റൻഷൻ പറയാം. അതൊക്കെ ഇൻകാർസറേഷൻ്റെ സിനിംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ഇംപ്രസൺമെന്റിനായിരിക്കും നൗൺ ആയിട്ട്. ബട്ട് ഇഫ് യു ഫൈൻഡ് ദ സിനണിംസ് എന്ന് കൊടുത്താൽ കുറച്ച് അതിന് വൈഡ് ആയിട്ടുള്ള എല്ലാം ചോദ്യങ്ങളും വരും. പക്ഷേ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യണം. അറിയാലോ അത് കാര്യം. ഇന്നലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടായിരുന്നു. ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. ഇന്നലത്തെ ചാനലിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. 5 ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് വ്യത്യാസപ്പെട്ടല്ല, ഇതുവരെ നമ്മൾ ഇടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലേ. ബട്ട് അത് ഞാൻ ഇടാനുള്ള കാരണമുണ്ട്. കഴിഞ്ഞ തവണ SSCയുടെ സമയത്ത് SSCയുടെ എക്സാമിന് CPO എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. പ്രീവിയസ് ഇയർ PYQ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടത് ഒരു PYQ ആണ്. 5 വേർഡ്സും PYQ ആണ്. അപ്പോൾ അതുപോലത്തെ വേർഡ്സ് വരും. ഏറ്റവും സിമ്പിൾ തന്നെ വരുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. അപ്പോൾ പരമാവധി ഡെയിലി ഒരു 5 വേർഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക, ഡെയിലി ടാർഗറ്റ് വെക്കുക. എഡിറ്റോറിയൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്ത് ഡെയിലി പോകും. അതുകൂടാതെ ഡെയിലി ടാർഗറ്റ്, അതാണ് നമ്മളൊരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ തരുന്നത്. അക്കോർഡിംഗ് ഓരോ ദിവസത്തെ നിങ്ങളുടെ ലിമിറ്റ് അനുസരിച്ച് നമ്മൾ ഓരോ ദിവസം ക്വസ്റ്റ്യൻസ് തരും. വീക്കെൻഡൊക്കെ ആറാകുമ്പോഴേക്കും വിൽ ഗിവ് യു 10 ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ഒരു പ്രതീക്ഷ എനിക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാട്ടോ. ഓപ്പൺ ടെലിഗ്രാം ചാനലാണ്, ഇംഗ്ലീഷ് വിത്ത് റിന്റു എന്നാണ് എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ് എവറി ഡേ. അതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സെൻറ്റൻസ് വന്നല്ലോ. ലെറ്റ് മീ സീ. People bemoaned the wrong acts of government. Great, that's great. Never believe her pronouncement. All right, her announcement. Okay, the teacher pronounced brilliant students in her class. All right. Please make sure you're happy enough as much as the power which you wanted in the phone after every nap. ഇതിൽ എന്താ തെറ്റുന്നോ നോക്കട്ടെ. പ്ലീസ് മേക്ക് ഷുവർ, അതുവരെ കുഴപ്പമില്ല. യു ആർ ഹാപ്പി ഇനഫ്. ഓക്കെ, ആസ് മച്ച് ആസ് ദ പവർ. ഈ ആസ് മച്ച് ആസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാപ്പി ഇനഫ് ആസ് മച്ച് ആസ്. അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ ഹാപ്പിനെസ് ആസ് മച്ച് ആസ് ഒരുമിച്ച് വരത്തില്ല. എന്നറിയോ? ഹാപ്പി ഇനഫ് ഫോർ ദ പവർ, അല്ലെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം തെറ്റെന്ന് പറയുന്നത് നീ ഉറപ്പുവരുത്തുക ദാറ്റ് യു ആർ ഹാപ്പി ഇനഫ്, ആവശ്യത്തിന് നീ ഹാപ്പി ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. പക്ഷേ ആസ് മച്ച് ആസ് പറഞ്ഞാൽ ഈക്വൽ ആണ്. എന്തിൻ്റെ അത്ര ഈക്വൽ ആണ്? ദ പവർ ഇൻ വിച്ച് യു വാണ്ടഡ് ഇൻ ദ ഫോൺ. ഓരോ സമയത്തും നീ ഉറക്കത്തിന് നാപ്പിന് ശേഷം തിരിച്ചു നീ ആ ഫോണിൽ ഉപയോഗിക്കുന്ന പവർ ഉണ്ടല്ലോ, ആ പവറിൻ്റെ അത്രയും ഹാപ്പി ആണെന്ന് ഉറപ്പുവരുത്തുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആസ് മച്ച് ആസ് വന്നാൽ വരിക. പക്ഷേ ഹാപ്പി ഇനഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ ആവശ്യത്തിന് എന്നർത്ഥമാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല. ആവശ്യത്തിന് ആൻഡ് ആസ് മച്ച് ആസ് രണ്ടും കൂടെ ഒരുമിച്ച് വരത്തില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ദ പവർ ഇൻ വിച്ച് എന്ന് പറഞ്ഞു കൊടുക്കരുത്. യു ആർ ഹാപ്പി ഇനഫ് വിത്ത്
the power, with the power which you wanted in the phone after every nap എന്ന് കൊടുക്കാം. The additional district court second on Friday deferred pronouncement on the quantum of sentence against 2 convicted for the murder of an elderly couple to March 10. Convicted them to, okay, kollam. The pronouncement regarding the slab change of GST was called for the cabinet as inflation kicked in the economy. Yes. Hi, Ani. Welcome back. What have I done to see all of you together? Oh my God, I'm so happy. ഇന്ന് ഭയങ്കര സന്തോഷം. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. I'm so happy. Ani, ठीक हूँ मैं. How are you? I think you are so happy and good. Okay, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. E.P. Jayarajan bemoaned on this Indigo fly ban which made hurdle in traveling. Great. All right. Yes. The prominent hurdle before the suspect was his incarceration in a POSCO case. POXO, yes, correct. The incarceration of the suspects created hurdles among the top order. Great. Attendant, all right, that's great. Currently, suspects are undergoing media trial before the court trial. Great. Antonio Lavoisier was in incarceration at the time of French Revolution and later he was sentenced to death. Correct, Rahule. ഒരു പ്രശ്നമുണ്ട് രാഹുലെ, ഫ്രഞ്ച് റെവല്യൂഷൻ പറയുമ്പോൾ ഫ്രഞ്ച് ഇസ് എ നൗൺ അല്ലേ, മീൻ പ്രോപ്പർ നൗൺ ആ ഫ്രഞ്ച്, ഒരു ലാംഗ്വേജിന്റെ പേര്, ഒരു കൾച്ചറിന്റെ പേര്, എനിത്തിങ്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ F ക്യാപിറ്റൽ, ഒരു ഈവന്റ് ആണ്. അപ്പോൾ റെവല്യൂഷൻ R ക്യാപിറ്റൽ. Remember that, കേട്ടോ. Politicians have strong relation with peopleന്റെ അല്ലെ, പീപ്പിൾ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുക്കണമല്ലോ രചനെ, പീപ്പിൾസ് ഇൻസാസുറേഷൻസ് എന്ന് കൊടുത്തു, കുഴപ്പമില്ല. അഡ്ജക്റ്റീവ് ആയിപ്പോയി. പീപ്പിളിന്റെ ഇൻസാസുറേഷൻ കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ റിലേഷൻ വിത്ത് അറസ്റ്റഡ് പീപ്പിൾ ആണെങ്കിൽ കറക്റ്റ് ആണ്. ഇംപ്രസൻഡ് ആയ പീപ്പിൾ ആണെങ്കിൽ ഇൻസാസറേറ്റഡ് പീപ്പിൾ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ബട്ട് ഡോണ്ട് യൂസ് പീപ്പിൾസ് കേട്ടോ. അവിടെ ബിമോൺ ഒന്നുകൂടെ പറയണോ. ബിമോൺ എന്ന് പറഞ്ഞ ഒരു കാര്യത്തോട് നമുക്ക് ഭയങ്കര സങ്കടമാണ്. യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് സംതിങ് ആൻഡ് യു ആർ റിയലി ഡിസപ്പോയിന്റഡ് അബൌട്ട് സംതിങ് എങ്കിൽ ബിമോൺ ചെയ്യാന്ന് പറയും. ഡിസപ്രൂവ് ചെയ്യുക, അക്കാര്യത്തിൽ നിങ്ങൾ ഡിസപ്രൂവ് ചെയ്യണം. യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, യു ആർ നോട്ട് അപ്രൂവിങ് ടു ഇറ്റ് എങ്കിൽ അതിന് ബിമോൺ എന്ന് പറയും. അതാണ് ഡിപ്ലോർ, ലാമെന്റ്, കംപ്ലെയിൻ എന്നൊക്കെ മീനിങ് വരുന്നത്. അതിന് കേട്ടോ ഓർത്തോണം. The Chief Justice of India expresses concerns over indiscriminate arrest. Yes, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Prolonged incarceration and prisoners indefinite wait for the bail or trial. Yes, incarceration of suspect was pronounced soon after the case was cracked. Great. Many central government exams are pronounced this year. Yes, it is. And with lots of vacancies. The incarceration of 1 year is mandatory for violating this rule. Okay. Once in a blue moon. വെല്ലപ്പോഴും വരുന്നവരല്ലേ. കൊള്ളാം. എല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യം. He bemoaned that pronouncement of the superior officer against him was wrong and it would lead to the incarceration of an innocent victim. Great. In my view, delaying justice is the most bemoaning thing in our society. Yes. 2 days ആയിട്ട് മിസ്സിൻ്റെ ക്ലാസ് മിസ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മിസ്സിൻ്റെ ക്ലാസ് തന്നെയാണ് വന്നതാണ്. അതാണല്ലേ, വെറുതെ അല്ല. ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ 2 ദിവസം മിസ് ചെയ്യാൻ പോവാണ്. ഐ മീൻ വരാതിരിക്കാം. അങ്ങനെ എനിക്ക് വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ചാകരയാവില്ല. ഇറ്റ്സ് ലൈക്ക് എ ഫെസ്റ്റിവൽ. പൂരത്തിന് ആൾക്കാരെ കിട്ടുമല്ലോ, സന്തോഷം. I can view your live video from today as I will be on travel during this time. Oh yeah, that's great. Atul. That's adivali. Appo will be live every day. Okay. Adulum Regino that traveling പിള്ളേരാണ് അല്ലേ, കൊള്ളാം. മൂവിങ് ഓൺ, ലെറ്റ്സ് മൂവ്. ഐറണി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐറണി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയായിരിക്കും. പൃഥ്വിരാജ് പറയുന്ന ഡയലോഗ് കേട്ടിട്ടില്ലേ? ഐറണി എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പൃഥ്വിരാജ് പറയാറുള്ള സിനിമയിലൊക്കെ പറയുന്ന ഒരു ഡയലോഗാണ്. ഐറണി മീൻസ് ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞൊരു കാര്യത്തിൽ വൈരുദ്ധ്യം എന്ന് പറയില്ലേ, വൈരുദ്ധ്യം. ലുക്ക് അറ്റ് ദ ഐറണി ഓഫ് ലൈഫ്. നമ്മൾ പറയുന്ന ഒന്ന് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒന്ന് നടക്കുന്ന മറ്റൊന്ന്. ദാറ്റ് ഇസ് ഐറണി. ദാറ്റ് മീൻസ് സർക്കാസം എന്ന് നമ്മൾ പറയും. ഒരു കാര്യം ആൻഡ് പറയുന്നതൊന്ന് നടക്കുന്ന വേറൊന്നെന്ന് പറയില്ലേ, ദാറ്റ് ഇസ് ഐറണി. ലുക്ക് അറ്റ് ദ ഐറണി ഓഫ് ലൈഫ് എന്ന് പറയും. സർക്കാസം അല്ലെങ്കിൽ അസർബിറ്റി അല്ലെങ്കിൽ പാരഡോക്സ്. നമ്മൾ പറയില്ല പാരഡോക്സ് ആണെന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആയ കാര്യങ്ങൾ. ഐറണി എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഒരാളോട് പറയാം കൊള്ളാടാ, അത് നെഗറ്റീവ് ടോൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ഐറോണിക് ആയിട്ടായിരിക്കും പറയുന്നത്. ഐറോണിക് എന്ന് പറയുന്നത് നമ്മൾ കൊള്ളാമെട എന്ന് പറയുന്നത് ലിറ്ററലി കൊള്ളാമെട എന്നുള്ള അർത്ഥത്തിലല്ല. നീ കൊള്ളാലോടാ എന്ന് പറയുമ്പോൾ യു ആർ മോക്കിംഗ് അറ്റ് ദാറ്റ് പേഴ്സൺ. നീ ചെയ്ത് കൊള്ളാം, ബട്ട് യു ആർ മീനിങ് ഇറ്റ് ഇൻ എ നെഗറ്റീവ് വേ. കൊള്ളാം, നിന്റെയൊക്കെ സ്വഭാവം കൊള്ളാം എന്ന നെഗറ്റീവ് വേയിലാണ് നിങ്ങൾ പറയാം. ബട്ട് പറയുമ്പോൾ
in a positive thing ആയിട്ട്. വേർഡ് ഈസ് എ പോസിറ്റീവ് തിങ് ബട്ട് മീനിങ് ഇൻ എ നെഗറ്റീവ് വേ. ദാറ്റ് ഇസ് ഐറണി. അതാണ് ഐറണി എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, സെന്റൻസിലെ യൂസേജ് കാണാൻ പറ്റും. യെസ്, ഡിഡ് യു സീ ദ ഐറണി? അത് തന്നെ, സെയിം. അടുത്ത് ചിപ്പി പറഞ്ഞ പോലെ ഇൻഡിസ്ക്രിമിനേറ്റ്. എന്താണ് അഡ്ജക്റ്റീവ് ആണ്? എന്താണ് മീനിങ് ഇൻഡിസ്ക്രിമിനേറ്റ്? ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ല, അതാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. ഡിസ്ക്രിമിനേഷൻ കേട്ടിട്ടല്ലേ, സെഗ്രിഗേഷൻ എന്ന് പറയില്ല നമ്മൾ, ആ സാധനമാണ്. പക്ഷേ ഇൻഡിസ്ക്രിമിനേറ്റ് മീൻസ് ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. അതിൻ്റെ അർത്ഥം ഇതാണ്, അൺസെലക്ട്. ഒരാളെ നമ്മൾ പ്രത്യേകിച്ച് സെലക്ട് ഒന്നും ചെയ്യുന്നില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി എയിംലെസ് ആണ്, ഒട്ടും പ്രത്യേകിച്ചൊരു പ്ലാൻഡ് ആയിട്ടൊരു കാര്യമല്ല, ഇറ്റ്സ് റാൻഡം. തോന്നുന്നവരെ ഇൻഡിസ്ക്രിമിനേറ്റ് അറസ്റ്റുകൾ കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ പോലീസുകാർ വേണമെന്ന് കിട്ടവനെ അല്ല കട്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനെ പിടിക്കാൻ പറയില്ലേ, ആ ഒരു അവസ്ഥ. റാൻഡം ആയിട്ട് ആരെങ്കിലും ഒരാളെ പിടിച്ച് അകത്തിടുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ഇൻഡിസ്ക്രിമിനേറ്റ് അറസ്റ്റ് എന്ന് പറയും. ഇന്ന് കാണും, അൺസെലക്റ്റീവ് ആണ്, അല്ലെങ്കിൽ എയിംലെസ് ആണ്, റാൻഡം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് ഇസ് റീറ്ററേറ്റ്. റീറ്ററേറ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം ഇതാണ്, റിപ്പീറ്റ് ചെയ്യുക. വേർബ് അല്ലേ, റീറ്ററേഷൻ ആണ് നൗൺ. റിപ്പീറ്റ് ചെയ്യുക, റീസ്റ്റേറ്റ് ചെയ്യുക, റീക്യാപിറ്റുലേറ്റ് ചെയ്യുക. ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഐ തിങ്ക് എല്ലാ ആഴ്ചയിലും ഒരു തവണയെങ്കിലും വന്നിട്ട് പോകുന്നൊരു വാക്കാണ് റീട്രേറ്റ്. ദാറ്റ് ഇസ് റീട്രേറ്റ്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് ന്യൂ ടു അസ്, നിങ്ങൾക്കും ന്യൂ അല്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് അഡ്ഹിയർ. അഡ്ഹിയർ എന്ന വാക്ക് അഡിയർ എന്നാ പറയുക, ഇറ്റ്സ് എച്ച് സൈലന്റ്. അഡിയർ, അഡിയർ ടു, അഡിറൻ ടു അല്ലെ, ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട് അല്ലെ, അഡുറൻസ് എന്ന നൗൺ ഫോർമുലേഷൻ ഉണ്ട്. അഡുറൻസ് ആണ് നൗൺ ഫോർമുലേഷൻ, നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലെറ്റ് മീ റൈറ്റ് ഇറ്റ് അഗൈൻ. അഡുറൻസ് നൗൺ, അഡുറൻറ്റ് അഡ്ജക്റ്റീവ് ഒക്കെയാണ്. പക്ഷെ ഇവയ്ക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ കൂടെ ഫിക്സഡ് പ്രിപ്പോസിഷനായ ടു നിങ്ങൾ ഉപയോഗിക്കണം. ഫിക്സഡ് പ്രിപ്പോസ് ഇതിനൊക്കെ കൂടെ, അതിപ്പോൾ നൗൺ ആയാലും കുഴപ്പമില്ല. അഡ്യൂറൻസ് ടു സംതിങ്, അഡ്യൂറൻ ടു സംതിങ്, അഡിയർ ടു സംതിങ് എന്ന് പറയും. സ്റ്റിക്ക് ടു സംതിങ്, ക്ലിങ് ടു സംതിങ്, ഒബേ ചെയ്യുക, കൺഫേം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ അഡിയർ ചെയ്യുക. ഒരു കാര്യത്തോട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, സ്റ്റിക്ക് ഫാസ്റ്റ് ടു സംതിങ്. ഒരു കാര്യത്തോട് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം, അതിനോട് ചേർന്ന് പോവാണ്. ഒബേ ചെയ്തങ്ങ് അതിനോടൊരു എതിർപ്പില്ലാതെ നമ്മൾ ഒരു കാര്യം കൺഫേം ചെയ്തങ്ങ് പോകുന്നതിനെ നമ്മൾ അഡിയർ ചെയ്യുക എന്നാണ് പറയുക. വേർബ് അഡ്ജക്റ്റീവ് കിട്ടി, നൗണും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അവിടെ നോക്കിയാൽ അണ്ടർസ്കോർ. കുറേ നാളായി ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട്. അണ്ടർസ്കോർ അറിയാലോ, നമ്മൾ ജസ്റ്റ് ഒരു അടിവരി ഇടുന്നതിനെയാണ് അടിവരി ഇടുക. ദാറ്റ് ഈസ് അണ്ടർസ്കോർ. മീനിങ് പറയുമ്പോൾ ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക, ഒരു കാര്യത്തിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്, അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യാണ്. ദാറ്റ് ഈസ് അണ്ടർസ്കോർ. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ സ്ട്രെസ് ചെയ്യാണ്, അത് സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ബിക്കോസ് ഇറ്റ് ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് ക്രൂഷ്യൽ, വേണം നമുക്കതിനെ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമായി, ഇറ്റ്സ് ടൈംലി എങ്കിൽ നമുക്ക് അണ്ടർസ്കോർ ചെയ്ത് വിടില്ലേ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഹൈലൈറ്റിംഗ് സംതിങ്, യു ആർ ഹൈലൈറ്റിംഗ് സംതിങ്, യു ആർ എംഫസൈസിങ് സംതിങ് ഓർ സ്ട്രെസ്സിങ് സംതിങ്. അതാണ് അണ്ടർസ്കോർ. ഓക്കെ, ക്ലിയർ ഐ ഗസ്. ലെറ്റ്സ് മൂവ് ടു ദ സെൻറ്റൻസ്. സ്വപ്ന, ഹായ്, ലേറ്റ് ആയോ? നോ പ്രോബ്ലം, ബാക്ക്, യു ആർ ഓൾവേസ് വെൽക്കം ഇൻ അവർ സെഷൻ അല്ലേ. ഐ എം റിയലി ബിമോണ്ട് അബൌട്ട് ഹിസ് ചോയ്സ് ടു ബൈ എ ട്രക്ക്. ഓക്കെ, that's great. The hurdles faced by her in the journey of success was stepped aside. Moving on. Okay. The Nalla sentence, Adda Shamma said, the jury of Kerala State Television Awards 2020 bemoaned the manner in which women and children are depicted in television serials while declaring the awards. Yes. അതുകൊണ്ട് ആർക്കും അവാർഡ് കൊടുക്കാതിരുന്നല്ലോ അല്ലേ? ഐ റിമെമ്പർ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ദിവസമായിരുന്നു. എക്സാം ഡേറ്റ് വന്ന് ചൂടിൽ വന്നതാണ്. വെറുതെ അല്ല, എനിക്കിഷ്ടപ്പെട്ടു. എക്സാം ഡേറ്റ് എത്തി, ഇനിയിപ്പോൾ ഒരു മാസം തികച്ചില്ല. ഒരു മാസം ഉണ്ട്, ഒരു മാസമൊക്കെ ഉണ്ട്, ഒരു മാസമൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആവേശമാണല്ലേ, വെറുതെ അല്ല. ഐ കെൻ സീ ദാറ്റ്. ലുക്ക് അറ്റ് ദ ഐറണി അല്ലേ. ഡിഡ് യു സീ ദ ഐറണി? ഗ്രേറ്റ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐറണി ആൻഡ് പാരഡോക്സ്? പാരഡോക്സ് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ലെറ്റ് മീ ടെൽ യു. ദർ ആർ പാരഡോക്സ് ഇൻ ലൈഫ് എന്ന് പറയും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഐ ടെൽ യു, ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ് ആർ ദ പാരഡോക്സസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ രണ്ട് വശങ്ങൾ എന്നാണ് പാരഡോക്സ്. രണ്ട് വശങ്ങളുള്ള സംഭവത്തിനാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ബട്ട് ഐറണി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സിനോണിമസ് ആണ് സംഭവം, പക്ഷേ രണ്ട് തലത്തിൽ തന്നെ അതും വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയണം, കൊള്ളാം, നിങ്ങളൊക്കെ കൊള്ളാട്ടോ എന്ന് പറയുമ്പോൾ കൊള്ളാം എന്ന് പറയുന്നത് നല്ല വാക്കാണ്, ബട്ട് വാട്ട് ഐ മീൻ ഇസ് നെഗറ്റീവ് അല്ലേ. അതിനാണ് ഐറണി എന്ന് പറയുന്നത്. സർക്കാസം എന്നുള്ള ഒരാളെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ് പറയില്ലേ, സെയിം തിങ്, സർക്കാസം. അതിനാണ് അസബിറ്റി എന്നൊക്കെ പറയാം നമ്മൾ. അപ്പോൾ ബട്ട് പാരഡോക്സ് പറഞ്ഞാൽ ലൈഫിലെ രണ്ട് വശങ്ങളെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. വ്യത്യാസം അത്രേ ഉള്ളൂ, പക്ഷേ സംഭവം സിനോണിമസ് ആണ്, ഓർത്തോണം. ഓക്കെ, വാട്ട് ഇസ് ഓക്കെ, ഡിസ്പൈറ്റ് ഹേർഡിൽസ് ഓൺ ഹർ പാത്ത് ഷീ സക്സീഡഡ് ഇൻ ഗെറ്റിംഗ് എ സെക്യൂർ ജോബ്. ദാറ്റ്സ് ഗ്രേറ്റ്. വിരോധാഭാസം എന്നൊരു വാക്കില്ല ചിപ്പി, അതാ ഞാൻ പിന്നെ അത് പറഞ്ഞു. വൈരുദ്ധ്യമുണ്ട്. മലയാളത്തിൽ ലിറ്ററലി നമ്മൾ പറഞ്ഞുണ്ടാക്കിയ ഒരു വാക്കാണ് വിരോധാഭാസം. വിരോധം ആൻഡ് ആഭാസം രണ്ടും രണ്ടാണ്, രണ്ടും അൾട്ടിമേറ്റ്ലി രണ്ടും ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. ബട്ട് വൈരുദ്ധ്യം
ഡിഫറൻസ് ഓഫ് സംതിങ് അല്ലേ, വൈരുദ്ധ്യമാണ് വാക്ക്. വിരോധാഭാസം ഇസ് നോട്ട്. പണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ വിരോധാഭാസം, അപ്പോൾ എന്നോട് ഞാൻ മലയാളം, നമ്മുടെ മലയാളം കോമൺ എക്സാം, നമ്മുടെ മലയാളം നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ലാംഗ്വേജ് പേപ്പർ, അപ്പോൾ ഡിഗ്രി പഠിച്ച സമയത്ത് നമ്മുടെ സാർ എന്നോട് പറഞ്ഞു വിരോധാഭാസം എന്നൊരു വാക്കില്ല എന്ന് മാഷ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഹോ സാർ പറഞ്ഞ കറക്റ്റ് അല്ലേ. അപ്പം ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ യെസ്, വിരോധാഭാസം എന്നൊരു വാക്കില്ല, ബട്ട് വൈരുദ്ധ്യമുണ്ട്. ബട്ട് എൻ്റെ സ്ഥിരം വാക്കായിരുന്നു വിരോധാഭാസം. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊട്ടൊരു കൊട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ മറക്കില്ലല്ലോ. ദാറ്റ്സ് വൈ iron in the testimonies made the officials crack the case. Great. ഞാൻ വിചാരിച്ചു ചിപ്പി ഇപ്പോൾ മലയാളം കൈൻഡ് വരുമെന്ന്. ഓ ശരി. His poems are acerbic and fascinating. Great. The Chief Justice of India raises his concerns over hasty, indiscriminate arrests. Yes. Great. Nowadays, irony is common in Kerala politics. Yes, it is. The state reiterating the need for adherence to the underscored COVID appropriate behavior and Milia not following is an irony. Yes, it is. The novel I read adhered to it. Okay. Stick me to it. Okay, correct. Stuck me to it. CGI underscore the Chief Justice of India. Absence of a powerful opposition and the need of it. Yes, hypocritic spelling HI അല്ല, H അത് ഹിപ്പോ, മറ്റേ ഹിപ്പോ. ഇത് HY ആണ് ഷമാസെ, HY hypocritic. രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ, അത് ഇറ്റ്സ് ഡിഫറെൻ്റ്. ഹിപ്പോക്രിറ്റിക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഹിപ്പോക്രിറ്റിക് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഞാൻ പറയുന്നതും ചെയ്യുന്നതും രണ്ട്. അതായത് ഞാൻ അതെന്താ മനസ്സിലായോ, അത് ഈ പൊളിറ്റീഷ്യൻസ് സ്വഭാവമാണ്. പറയുന്ന ഒന്ന് കൂറുമാറുന്ന പരിപാടിയില്ല, ആ സംഭവം. ഹിപ്പോക്രസി ഇസ് ഡിഫറെൻറ്റ്. സ്റ്റുഡൻറ്റ് ഷുഡ് adhere to prepare well അല്ല, adhere to preparing well. ചിപ്പി adhere to പ്രിപ്പോസിഷൻ അല്ലേ അത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ വരത്തില്ല, പ്രിപ്പയറിങ് വരണം കേട്ടോ. എന്നാ പറ്റി, പനിയുടെ ആയിരിക്കും അല്ലേ. വിപരീതാർത്ഥ പ്രയോഗം, വൈരുദ്ധ്യം എന്നൊക്കെ പറയാം. യെസ്, അതെനിക്ക് മനസ്സിലായി. യെസ്. പീപ്പിൾ ഓൾവേസ് അണ്ടർസ്കോർ ദ പ്രോബ്ലംസ് ടു ഗവൺമെന്റ് ബട്ട് ദ റെസ്പോൺസ് ഇസ് ഐറണിക്കൽ. ഓൾ റൈറ്റ്. യെസ്, ഐറണിക്കൽ വേണ്ട, ഐറണിക് മതി. ഐറണിക്കൽ ഇല്ല കേട്ടോ ജോ, ഐറണിക് മതി. യെസ്, എനിക്കും അങ്ങനെയായിരുന്നു അന്ന് സാർ പറഞ്ഞപ്പോൾ. ഐ എം സോ ഹാപ്പി ടു ഷെയർ ഇറ്റ് വിത്ത് യു ചിപ്പി. ബെഞ്ച് ഓഫ് ജഡ്ജസ് പ്രൊനൗൺസ് എ ഇൻഡിസ്ക്രിമിനേറ്റ് അനക ആൻ ഇൻഡിസ്ക്രിമിനേറ്റ് വേർഡിക്റ്റ്. ഞാൻ ഇന്നലെ അറിയാതെ ഒരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ, ഷഹീൻ പറഞ്ഞില്ല, ഞാൻ ഓർക്കില്ലായിരുന്നു. എ ഇയർ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തത്, ആൻ ഇയർ ആണ്. ഇയർ സൗണ്ട് ആണ്, ഓർത്തോണം. അപ്പോൾ നമുക്ക് എ ഇയറിനെ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം ഇയർ സൗണ്ട് ആണ്. പക്ഷെ ഇവിടെ കണ്ടോ, ആൻ ഇൻഡിസ്ക്രിമിനേറ്റ് അറസ്റ്റ് വരത്തുള്ളൂ, കാരണം ഈ സൗണ്ട് ആൻ എന്താണ്, ഇൻസ്പെക്ഷൻ, അൺഇൻസ്പെക്ഷൻ, മനസ്സിലായോ. ഇപ്പം ഇൻസ്പെക്ഷൻ ആണ് സൗണ്ട് വിചാരിച്ചു, ഈ എന്ന സൗണ്ടാണ്. അപ്പോൾ ഇവിടെ ആൻ തന്നെ കൊടുക്കണം, എ കൊടുക്കരുത്. വ്യത്യാസം മനസ്സിലായോ. ആൻ ഇൻട്രസ്റ്റിംഗ് നോവൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കേട്ടോ. യെസ്, വേർഡ് ഓഫ് ദ ഡെമഗോഗ് ഈസ് എൻ ഐറണി. ഓക്കെ. Reiteration of indiscriminate arrest on the agitation in front of secretariat was underscored by the honorable judge. Yes, Rintu underscored the most important points. Oh, that's great. Thank you. I am ready to I am ready to adhere to the policy of company. Anishwara, അവിടെയാണ് അഡിയറിന്റെ യൂസേജ്. ടു വേണം. ഐ എം റെഡി ടു അഡിയർ ടു ദി പോളിസി ഓഫ് ദി കമ്പനി. അഡിയറിൻ്റെ കൂടെ ഫിക്സഡ് പ്രിപ്പോസിഷൻ വേണം, ടു. ഓക്കെ. യെസ്. ആൻ ഇയർ തെറ്റ്, ഞാൻ ഇട്ടത് ആൻ ഇയർ ആയിരുന്നു, ഇറ്റ്സ് റോങ്, ബട്ട് എ ഇയർ ആണ് കറക്റ്റ്. ഓക്കെ, ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്, ഐ എം സോ സോറി ഫോർ ദാറ്റ്. തിരുത്തിയെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി എഡിറ്റോറിയലോട് പറഞ്ഞു തരുവാണ്, അങ്ങനെ ചെയ്യല്ലേ. സം പൊളിറ്റീഷ്യൻസ് adhere to indiscriminate policies based on status of people which fulfill regressive life in society. Great. Indian Pakistan reiterated their commitment to resolve issues related to the sharing of waters of cross-border rivers under the Indus Waters Treaty of 1960. ഷെയറിംഗ് ഓഫ് വാട്ടർ എന്നേ പറയുള്ളൂ, വാട്ടേഴ്സ് അല്ല. വാട്ടേഴ്സ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാട്ടേഴ്സ് എന്താ, ഓഷൻ ആണോ? വാട്ടേഴ്സ് എന്ന ഒരു പ്ലൂറൽ നൗൺ ഉണ്ട്, അതിൻ്റെ അർത്ഥം ഇതാണ്. വാട്ടർ, വെള്ളം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡോണ്ട് യൂസ് വെള്ളം ആസ് എ പ്ലൂറൽ നൗൺ. വെള്ളം പ്ലൂറൽ ഇല്ല, ഇറ്റ്സ് അൺകൗണ്ടബിൾ. ബട്ട് ഷെയറിംഗ് ഓഫ് വാട്ടേഴ്സ് ആണെങ്കിൽ, ഓഷൻ അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ആണെങ്കിൽ, ദാറ്റ്സ് റൈറ്റ്. വാട്ടർ ബോഡീസിനെ ഷെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളയും കർണാടകയും തമ്മിൽ വെള്ളം ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു നദി ഷെയർ ഉണ്ട്. അതുപോലെ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു നദി ഷെയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് വൈസ് ആ രീതിയിലാണ് യുവർ മീനിങ് എങ്കിൽ വാട്ടർ ബോഡീസ് ഷെയർ ചെയ്യുന്നു എന്നതിൽ വാട്ടേഴ്സ് ആണെങ്കിൽ ദാറ്റ്സ് റൈറ്റ്. കേട്ടോ ചിപ്പി, അല്ലെങ്കിൽ ഇറ്റ്സ് റോങ്, ഓർത്തോണം. Year. Yes, that is. In today's world, governments should reiterate the importance of climatic emergency on account of the heat waves in European countries. Yes, Revati. Correct. Revati adipoli. Sentence adipoli. Idu venam namukku avashyam undu nammade essay ezhudhan venam. IELTS il ketto. Yes, I'm so good. Thank you so much for asking. Critics are be morning. Appo Revati sugaayittirikkunnu ennu vishwasikkuvaane.
Yes, critics are bemoaning about the language and underscores some portion used in the movie Churuli, but the director adhered to his work. Yes, great. Yes, water bodies, that's right. Moving on. ഫ്ലീ അറിയാലോ, ഫ്ലീ എന്ന വാക്ക് നമ്മൾ ഇന്നും ഇതിലും കാണുന്ന വാക്കല്ല ഫ്ലീ. ഫ്ലീ എന്ന് പറഞ്ഞാൽ ഫ്ലൈ അല്ല കേട്ടോ, ഫ്ലൈ പറക്കുക അല്ലെ, ഫ്ലൈ പറക്കുക, ഡിഫറൻസ് ഓർത്തോണം. ഫ്ലീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്യുക, റൺ അവേ ഫ്രം എ സിറ്റുവേഷൻ, പെട്ടെന്ന് സ്കൂട്ട് ആവുക പറയില്ലേ, ദാറ്റ്സ് റൺ അവേ ഫ്രം സംതിങ്. അല്ലെങ്കിൽ വേറൊരു ഫ്ലീ ഉണ്ട്, FLEA ഫ്ലീ, അത് ഇൻസെക്റ്റ് ആണ്, ദാറ്റ് ഈസ് നൗൺ, ഇൻസെക്റ്റ് എന്ന അർത്ഥം. ഫ്ലൈ വേർബാണ്, പറക്കുക ഓർ പറത്തുക. ഫ്ലീ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വേർബ്, റൺ അവേ ഫ്രം സംതിങ്, മേക്ക് ഓഫ്, രക്ഷപ്പെട്ട് പോവാണ് അവിടെ, നമ്മൾ എസ്കേപ്പ് ചെയ്യണം ഒരു സ്ഥലത്ത് നിന്ന്, ദാറ്റ് ഈസ് റൺ അവേ. കേട്ടോ, ലെറ്റ്സ് സീ. അടുത്ത ടാമ്പർ, ഇന്ന് ഒരുപാട് കാണും ഇതുപോലത്തെ, ഇതിന്റെ യൂസേജ് നമ്മൾ കറക്റ്റായിട്ട് കാണും. ടാമ്പർ, ഇന്റർഫിയർ ചെയ്യുക, മെഡിൽ ചെയ്യുക, ടിങ്കർ ചെയ്യുക, ഒരു കാര്യത്തിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യുക, ഒരു കാര്യത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുവാണ്, ഇൻ ബിറ്റ്വീൻ കയറിയിട്ട് അല്ലേ, മീഡിയേറ്റ്, മധ്യസ്ഥം വഹിക്കാനൊക്കെ ശ്രമിക്കുന്നില്ലേ, ദാറ്റ് ഇസ് മീഡിയേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തില്ല, മിഡിൽ, ഇൻ ബിറ്റ്വീൻ കയറി, ബട്ട് മേ ബി നല്ല രീതിയിൽ നടക്കണമെന്നില്ല, ദാറ്റ് ഇസ് ടാമ്പർ. കയറി ഇന്റർഫിയർ ചെയ്തത് കുളവാക്കുന്ന അവസ്ഥയില്ല, ദാറ്റ് ഇസ് ടാമ്പർ. അടുത്ത മൂട്ട്, വേർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കും. മൂട്ട് മീൻസ് റേസ്, ഒരു കാര്യം റേസ് ചെയ്യുക, യു ആർ റേസിങ് എ ക്വസ്റ്റ്യൻ, റേസിങ് എ കോമന്റ്, റേസിങ് ഡൗട്ട് എന്നുള്ള റേസ്, ഉയർത്തുക, ദാറ്റ് ഈസ് വാട്ട് മൂട്ട്. അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക എന്നർത്ഥവും മൂട്ടിനുണ്ട്. ആൻഡ് അഡ്ജക്റ്റീവായിട്ട് മൂട്ട് ഉപയോഗിക്കും. മൂട്ട് മീൻസ് ഡിബേറ്റബിൾ ആണ്. അപ്പോൾ നമ്മൾ റേസ് ചെയ്യുക, ഒരു കാര്യം റേസ് ചെയ്യുമ്പോൾ, യു ഫോർ ക്ലെയിമിങ് സംതിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡിബേറ്റബിൾ ഓർ ആർഗ്യൂബിൾ എന്നർത്ഥമാണ്. മൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളൂ, ഇറ്റ്സ് അഡ്ജക്റ്റീവ് ആണ്, ആ മീനിങ്ങോട് തന്നെ, ആ വേർബിൻ്റെ അതേ മീനിങ്ങോടുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ് ഡിബേറ്റബിൾ അല്ലെങ്കിൽ ആർഗ്യൂബിൾ. അടുത്ത് ഗ്ലെയറിങ്. ഗ്ലെയറിങ് എന്ന് കേട്ടുണ്ട് നിങ്ങൾ അല്ലെ? ഗ്ലെയറിങ്, വളരെ ഗ്ലെയറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരുപാട് ലൈറ്റ്, ഇറ്റ്സ് എമിറ്റിംഗ് ടു മച്ച് ലൈറ്റ്, ഡാസ്ലിംഗ്, ബ്ലൈൻഡിങ്, കണ്ണടിച്ച് പോകുന്ന രീതിയിൽ, ബ്ലേസിങ്, അതാണ് ഗ്ലെയറിങ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഗ്ലെയറിങ്. നോക്കാം. അടുത്ത ഓവർഹോൾ, നൗൺ ആയിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. ഓവർഹോൾ ചെയ്യാന്ന് പറഞ്ഞാൽ തറാവ് എക്സാമിനേഷൻ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സാമിനേഷൻ, ഇൻസ്പെക്ഷൻ, സർവേ എന്നൊക്കെ നമുക്ക് പറയാം, ഓവർഹോൾ ചെയ്യാം. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക, സർവീസ് ചെയ്യുക, ഒരു കാര്യം സർവീസ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഓവർഹോൾ നമ്മൾ ഉപയോഗിക്കുക. ഓർത്തോണേ, മെയിൻറ്റെയിൻ ചെയ്യുക, സർവീസ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഓവർഹോൾ. വേർബായിട്ടും നൗണായിട്ടും ഉപയോഗിക്കാം. യെസ്, സുഖം അല്ലേ? ഹായ് ജിനിത, ഗുഡ് മോർണിംഗ്, വെൽക്കം. He adhered to his demand of getting dowry, and it seemed to be an irony because he had posted anti-dowry statements in social media. Great. Yes. At the end of the day, she reiterated about all things she studied on that day. Great. That's great. Barcode is seen tempered. Okay, that's great. That's great. എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലേ, ആരോ കയറി അതിൽ കയറി ഇടപെട്ട പോലെ തോന്നുന്നു അല്ലേ, കയറി അല്ലേ കുളവാക്കിയ പോലെ തോന്നുന്നു. ദാറ്റ്സ് ഗ്രേറ്റ് സെൻറ്റൻസ് അതുൽ, ഗ്രേറ്റ് സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ, അടുത്തിലോട്ട് പോട്ടെ. ഇല്ല, സെൻറ്റൻസ് വരട്ടെ, വേഗം സെൻറ്റൻസ് വരൂ, എന്നാൽ പെട്ടെന്ന് പോവാം. വാട്ട് അബൌട്ട് സെൻസസ് അണ്ടർസ്കോർസ് ദി നീഡ് ടു പ്രൊട്ടക്ട് വെറ്റ്ലൻഡ്സ് ഇൻ ക്യാപിറ്റൽ ഓഫ് കേരള. യെസ്, ഗ്രേറ്റ്. അപ്പോൾ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ബാച്ച്, ഇനിയും ബേസിക്സ് ഇംഗ്ലീഷിൽ ഇല്ലാത്തവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഐ മീൻ നമുക്ക് ഏത് ലെവലിലുള്ള കുട്ടികളുണ്ടാവും നമ്മുടെ കൂടെ, പക്ഷേ ലെവൽ തീരെ കുറവാണ്, എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഗ്രാമർ സെറ്റാക്കി എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു കം ആൻഡ് ജോയിൻ അവർ സെഷൻ. നമ്മുടെ ഈസി ഇംഗ്ലീഷ് ബാച്ച് തുടങ്ങുവാണ് ഈ പറയുന്നത് ജൂലൈ 25-ന്. ജൂലൈ 25 അവരിതുവരെ മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ജൂലൈ 25-ന് സ്റ്റാർട്ട് ചെയ്യാണ് ഈസി ഇംഗ്ലീഷ് 2.0. ആദ്യമേ നമ്മളൊരു ഈസി ഇംഗ്ലീഷ് ബാച്ച് തുടങ്ങി. ആദ്യം നമ്മൾ കമ്പനി തുടങ്ങിയ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീമ മിസ് ഉണ്ട്, നമ്മൾ രണ്ടുപേരും കൂടിയാണ് ക്ലാസ് പോകുന്നത്. അപ്പം ഡെയിലി ക്ലാസ് ഉണ്ട്, ഓരോ ക്ലാസ് ഡെയിലി, ഒന്നെങ്കിൽ ഞാനോ അല്ലെങ്കിൽ റീമ മിസ്സോ, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വന്ന് ക്ലാസ് എടുക്കും. അപ്പം ചില ദിവസങ്ങളിൽ 12 മണി വരുന്നു, ബിക്കോസ് 12 മണി ബാക്കിയുള്ള ടൈം ഞങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ടൈമിൽ ക്ലാസ് ഉണ്ടതുകൊണ്ട്. ബാക്കി നോർമലി ഒരു കൂടുതൽ ടൈമും ഈ പറയുന്ന 4 PM ആണ്, 4 മണി, വൈകുന്നേരം 4 മണിക്കാണ് സമയം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. കോഡ് ഉപയോഗിക്കാം Y314, Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ 899 നിങ്ങൾക്ക് ഈ കോഴ്സ് അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മറക്കണ്ട. അതുപോലെ തന്നെ മാത്സിനും ചിലരുണ്ട്, മാത്സിന് ഭയങ്കര വീക്കാണ്, ബേസിക്സ് കിട്ടാതെ. ഇപ്പോൾ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് വിട്ടു. അപ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ലെന്നുള്ള വിശ്വാസം അങ്ങനെ വല്ല എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടി ഒരു ബാച്ച് തുടങ്ങിയിട്ട്, ഗണിതമന്ത്ര ആദ്യം ഉണ്ടായിരുന്നു, ഇതിപ്പോൾ 2ാമത്തെ ബാച്ചാണ്, ഗണിതമന്ത്ര 2.0. ഈസി മാത്സിന് വേണ്ടിയിട്ടാണ്, PSCക്കും ദേവസ്വം ബോർഡിനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന് പ്രത്യേകത. തുടക്കം മുതൽ വളരെ ബേസിക്സ് മുതൽ നിങ്ങൾ പഠിപ്പിച്ചിടും. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങുവാണ്. നമ്മുടെ 3 ടീച്ചേഴ്സ് ഉണ്ട്, ഗ്രീഷ്മ മിസ് ഉണ്ട്, കാവ്യ മിസ് ഉണ്ട്, സുബിൻ സാറുണ്ട്. സോ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. 4 to 5 ആണ് ടൈം. ഓക്കെ, 4 to 5 മൂവിങ് ഓൺ. ഓഗസ്റ്റ് 1-നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് നോക്കാം, നമ്മുടെ മറ്റു വേർഡ്സിലോട്ട് പോകാം. സമൻസ്,
സമൻസ് എന്ന വാക്ക് ഓർക്കുക, കോർട്ട് വേർഡാണ് സമൻസ്. ഒരു തവണ എക്സാമിന് ചോദിച്ചപ്പോൾ ഈ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതും ഇങ്ങനെയാണ്. സമൻസ് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സമൻസ് അല്ല, ഇറ്റ്സ് ഓൾറെഡി പ്ലൂറൽ നൗൺ ആണ്. അല്ല കേട്ടോ, സമൻസ് സിംഗുലർ ആണ്. സമൻസ് ഒരു സിംഗുലർ നൗൺ ആണ്. അതിന്റെ പ്ലൂറലാണ് സമൻസസ് കേട്ടോ. ഒരെണ്ണത്തിനാണ് നമ്മൾ സമൻസ് എന്ന് പറയാം, വൺ സമൻസ്. പക്ഷെ 2 ആണെങ്കിൽ 2 സമൻസ് അല്ല, 2 സമൻസസ് വരും. 2 മുതൽ സമൻസസ് ആയ മെനി സമൻസസ്, റിറ്റ് അല്ലെങ്കിൽ സോപ്പന്യ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ഓക്കെ, സോപ്പന്യ അല്ലെങ്കിൽ വാറണ്ട്. ഈ വാക്കും ഓർത്തിരുത്തോണം. കാര്യം ഈ വാക്ക് ഞാൻ എടുത്തിട്ടുള്ള കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, സമൻസിന്റെ അതേ മീനിങ് ആയി സാധനം റിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു വേർഡ് ചോദിച്ചിട്ട് നിങ്ങളോട് അതിന്റെ മീനിങ് എന്താ ചോദിക്കും, ലീഗൽ വേർഡ് അല്ലേ, അതുകൊണ്ട് ഓർത്ത് വെച്ചോളൂ. ദാറ്റ് മീൻസ് സമൻസ് അല്ലെങ്കിൽ റിറ്റ് അല്ലെങ്കിൽ വാറന്റ് എന്നാണ് സോപ്പന്യ. SUBPOENA സോപ്പന്യ. സാധനം ഈ ഇംഗ്ലീഷ് അല്ല, അതാണ് ഓർത്തോണം, ഫോറിൻ വേർഡാണ്. അടുത്ത പ്രൊഫ്ലിഗേറ്റ്. പ്രൊലിഫറേറ്റ് ഒന്നും അല്ല, പ്രൊലിഫറേറ്റ് എന്ന് പറയുന്നത് വർദ്ധിച്ചു വരാം, മഷ്റൂം ചെയ്യുക എന്നൊക്കെ അർത്ഥം. പെറ്റ് വരിക എന്നുള്ള അർത്ഥത്തിൽ വരില്ലേ, ഇൻക്രീസ് ചെയ്യുന്ന റാപ്പിഡ് ഇൻക്രീസിനെയാണ് നമ്മൾ പ്രൊലിഫറേറ്റ് എന്നൊക്കെ പറയാം. ബട്ട് ഇത് പ്രൊഫ്ലിഗേറ്റ് ആണ്. പ്രൊഫ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. പ്രൊഫ്ലിഗേറ്റ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ പറയില്ലേ, എന്താ കുടിച്ച് കൂത്താടുക എന്നൊക്കെ പറയില്ലേ, ഫുള്ളി കംപ്ലീറ്റ്ലി ഈ പറയുന്ന വെള്ളം അടിച്ച് ഫുള്ളി സെക്ഷൽ പ്ലഷറിലൊക്കെ നോക്കുന്ന ഒരു അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മൾ പ്രൊഫ്ലിഗേറ്റ് എന്ന് പറയും. ദാറ്റ് മീൻസ് കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരാളെന്ന് പറയും, ലിബർട്ടൈൻ അല്ലെങ്കിൽ ഡെബൂച്ചെ എന്ന് പറയും. ഓക്കെ, അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ വേസ്റ്റ്ഫുൾ, വളരെ വേസ്റ്റ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഡിസൊല്യൂട്ട് ആയിട്ടുള്ളൊരു മനുഷ്യൻ എന്നൊക്കെ പറയില്ലേ, ഡിസൊല്യൂട്ട്. അപ്പോൾ ഡിസൊല്യൂട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്, വേസ്റ്റ്ഫുൾ അഡ്ജക്റ്റീവാണ്. അതാണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ്റെ മീനിങ്. നൗൺ ആയിട്ട് പറയുവാണെങ്കിൽ ലിബർട്ടൈൻ അല്ലെങ്കിൽ ഡെബുച്ചെ എന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, കുടിച്ച് കൂത്താടി സെക്ഷൽ പ്ലഷേഴ്സിലൊക്കെ ഇൻഡൽജ് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഫ്ലിഗേറ്റ്. അതായത് കംപ്ലീറ്റ്ലി സെൻഷ്വൽ പ്ലഷേഴ്സ് ആണ് അവരുടെ ഉദ്ദേശം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് നോട്ട് ബാഡ്, തെറ്റായ കാര്യമൊന്നുമല്ല. ബട്ട് ഈ വേർഡ് ഒരു ബാഡ് വേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുക, പ്രൊഫ്ലിഗേറ്റ് എന്ന വാക്ക് അല്ലെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിവേസ് പ്രിക്കാരിയസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ കൂടെ NESS ഇട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് നൗൺ കിട്ടും. നമ്മൾ എപ്പോഴും പ്രിക്കാരിയസ് പഠിക്കുന്ന അൺസർട്ടൻ അല്ലെ, ഇൻസെക്യൂർ, റിസ്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനാണ് പ്രിക്കാരിയസ് എന്ന് പറയാം. സോ പ്രിക്കാരിയസ്നെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതേ നൗൺ ഫോർമുലേഷനിലോട്ട് നമ്മൾ എത്തി. അൺസർട്ടനിറ്റി, ഇൻസെക്യൂരിറ്റി, റിസ്ക്, പ്രിക്കാരിയസ്നെസ്. അപ്പം പ്രിക്കാരിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം അൺസർട്ടൻ, ഇൻസെക്യൂർ, റിസ്കി ആണ്. ഓക്കെ, അടുത്ത ഡോൾ വെച്ചിട്ട് നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, ഡോൾ ഔട്ട്, DOLEOUT. ഓർത്തുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കുറേ നാളായി. ഇറ്റ്സ് എ ഫ്രേസൽ വേർബ്, ഡോൾ ഔട്ട്. ഡോൾ ഔട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അർത്ഥം കേട്ടോ, ഡോൾ ഔട്ട്. അത് തന്നെയാണ് എൻ്റെ ഇതും അർത്ഥം. എന്താ പറയുക, നൗൺ ഫോർമുലേഷനോ അതിൻ്റെ വേർബ് ഫോർമുലേഷനോ അതാണ് അർത്ഥം. നൗൺ ഫോർമുലേഷൻ ഡോൾ. ഇന്ന് ഡോൾ എന്ന നൗൺ നിങ്ങൾ കാണും, DOLE ഡോൾ, DOLL ഡോൾ, പാവ ഡോൾ അല്ല, DOLE ഡോൾ. ഡോൾ എന്ന് പറഞ്ഞാൽ ബെനഫിറ്റ് അല്ലെങ്കിൽ അലവൻസ് എന്ന് നമ്മൾ പറയും. അതിനാണ് ഡോൾ എന്ന് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ വേർബായിട്ട് ഉപയോഗിക്കുന്ന മീൻ ഇതാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എസ്പെഷ്യലി മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഡോൾ കേട്ടോ. ഷെയർ ഔട്ട് ചെയ്യുക, മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഷെയർ ഔട്ട് എന്ന് പറയാം. സോ ഓർത്താൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഷെയർ ഔട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഡോൾ എന്ന വാക്ക് വേർബിൻ്റെ അർത്ഥം. അടുത്ത പനീഷ്യ. അറിയാലോ, പനീഷ്യ ഒറ്റമൂലി എന്ന് പറയും. പനീഷ്യ നൗൺ ആണ്. പനീഷ്യ, പാൻ എന്ന വാക്ക് ഞാൻ എപ്പോഴും പറയും, പാൻ എന്ന വാക്ക് ഒരു റൂട്ട് വേർഡാണ്. ആ റൂട്ട് വേർഡിൽ നിന്ന് വരുന്ന പനീഷ്യ. പനോരമ കേട്ടില്ലേ, പാൻ ഇന്ത്യ, പാൻഡമിക്. പാൻ എന്ന് പറഞ്ഞാൽ ഓൾ, എല്ലാത്തിനുള്ളൊരു പ്രതിവിധി അല്ലെ, ഒറ്റമൂലി, സൊല്യൂഷൻ, റെമഡി എന്നൊക്കെ പറയാം. അല്ലെ ക്യൂർ ഓൾ, എലിക്സിയർ എന്താണെന്ന് അറിയത്തില്ലേ, അത് മതി എല്ലാം ക്യൂർ ചെയ്യാന്ന് പറയില്ല, എലിക്സിയർ. അമൃതോ എന്തായാലും അതല്ലേ പറയാം, എലിക്സിയർ. ദാറ്റ്സ് ഇറ്റ്. സോ പനീഷ്യ, സൊല്യൂഷൻ, റെമഡി, ക്യൂർ ഓൾ, എലിക്സിയർ, ഇതൊക്കെ സിനണിംസ് ആണ്. ദാറ്റ്സ് വൈ ഐ എം ടെലിംഗ് യു. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളാം കേട്ടോ, ഓർത്ത് വെച്ചോളാം. ലെറ്റ് മീ സീ. ഇറ്റ്സ് എ moot point whether building more roads reduces traffic congestion. That's great. Arguable point ആണല്ലേ. Yeah. Can we tamper the site if needed? That's great. If everybody glazes to his glaring look. Great. Tampering documents was the major allegation mooted. Okay. Tampering documents tamper ചെയ്തത്. Okay. Pravina, great sentence. പ്രവിയെ കണ്ടില്ലല്ലോ ഇന്ന്. കുറച്ച് ആളായി കണ്ട പോലെ തോന്നുന്നു. Few years ago, people of the Kasaragod mooted an extreme protest against endorsement ban. Yes. Sri Lankan president fled to Maldives because of the popular agitation by the citizens. Yes. Okay, great. Supreme Court assistant ക്ലാസ്സിൽ ഈവനിങ് മാമൻ്റെ ക്ലാസ് എപ്പോഴാണ് വരിക? ഈവനിങ് ക്ലാസ് എപ്പോഴാണ് എനിക്കറിയത്തില്ല, ടൈം ടേബിൾ അറിയത്തില്ലായിരിക്കും. കാരണം ഞാൻ എല്ലാത്തിലും ഉള്ളതുകൊണ്ട് ഈവനിങ് ടൈം എപ്പോഴാണെന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലായി, ഹരിയുടെ ക്ലാസ് കൂടാണല്ലോ. നമ്മൾ ഇതുവരെ ലൈവിൽ വന്നിട്ടില്ല അല്ലേ? നീയും ഞാനും ഇതുവരെ ലൈവ് ക്ലാസ്സിൽ വന്നിട്ടില്ല. നമുക്ക് വരാടാ, ഒരു ദിവസം വരാം. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഉണ്ടാവും വൈകിട്ട്.
എന്നാ വരുന്നത് എനിക്കല്ല. ടൈം ടേബിൾ ഒന്ന് ഇതേ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് സ്റ്റഡി പ്ലാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാ വരുന്നതെന്ന്. ഷീ ഹാഡ് റിസീവ്ഡ് എ സമ്മൻസ് ടു അപ്പിയർ ഇൻ കോർട്ട്. യെസ്, സമ്മൻസ് മീനിങ് summon verb don't discuss in Rashmi. Yes, right. The Kerala High Court said that the summon was summon alla ചിപ്പി the summons was കേട്ടോ. അവിടെയാണ് ഞാൻ പറഞ്ഞത് summon verb ആയിട്ട് ഉപയോഗിച്ചോ. That's right. But summons noun കേട്ടോ. summons noun. അപ്പോൾ എന്ത് പറയണം? The Kerala High Court said that the summons was stated to have been issued through WhatsApp app, which is not an acceptable mode of service. എന്ന് കൊടുക്കണം കേട്ടോ. ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ലിഞ്ച് വന്നു എന്ന് എനിക്ക് തോന്നി, ബട്ട് ഐ എം ബാക്ക് അഗൈൻ എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നേ. He says that he will make the overhaul of social security to top priority in his administration. Yes. The authority ignored the 21 summons during their tenure. Great. Global warming and its consequences are almost certainly the result of our profligate fossil fuel consumption and is already happening. Great. Investigating officer overhaul the case. Investigating officer reason അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുത്തേ. ഓവർഹോൾസ് അല്ലേ, തറോലി എക്സാമിൻസ് എന്ന അർത്ഥത്തിൽ അല്ലേ. സർവീസ് മെയിൻറ്റെയിൻസ് ദി കേസ് അല്ലേ. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ലാസ്റ്റ് സെറ്റ് ക്ലാമർ. എന്താ ക്ലാമർ എന്ന വാക്കിൻ്റെ അർത്ഥം? ക്ലാമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാട്, അതിനെയാണ് ലൗഡ് നോയ്സ്, തന്നെയാണ് ഡിന്ന്, റാക്കറ്റ്, അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ക്ലാമർ എന്ന് പറയും. നൗണായിട്ട്. വേർബായിട്ട് യെല്ലിയ, ഷൗട്ട് എന്നൊക്കെയാണ് ഓർത്തോണം. Yes, Mrida Sanjeevani is a panisha. Yes, it's a panisha. Yes. To cope with increasing precariousness, priority must be given to quality jobs. Yes, it must. Skilled jobs, quality jobs. അല്ലേ? Preempt ചെയ്യുക. Verb. അടുത്ത verb നോക്കിയാൽ preempt. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Preempt means forestall ചെയ്യുക. ഒരു കാര്യം വരുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ സ്റ്റോൾ ചെയ്യുകയാണ്, പ്രിവെൻറ്റ് ചെയ്യുക. നേരത്തെ മുൻകൂട്ടി ഒരു കാര്യത്തിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് തന്നെ നമ്മൾ പറയും forestall or prevent or command. Command എന്ന് പറഞ്ഞാൽ നമ്മൾ വരാൻ വേണ്ടി നോക്കിയിരിക്കില്ല, അതിന് മുമ്പേ നമ്മളൊരു കാര്യത്തിന് സ്റ്റോപ്പ് ചെയ്തു അതിനെ മാനേജ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രീഎംപ്റ്റ്. കമാൻഡിയർ, പ്രിവെന്റ്, ഫോർസ്റ്റോൾ എന്നൊക്കെയാണ് പ്രീഎംപ്റ്റ് എന്ന വാക്കിൻ്റെ വേർബിൻ്റെ മീനിങ്. ഓർത്ത് വെച്ചോണേ, ഇതെല്ലാം നമ്മുടെ സിനോണിംസിൽ പെടുന്നവയാണ്, ഓർക്കുക. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ അല്ലേ? നമുക്ക് വേഗം സെൻറ്റൻസുകളിലോട്ട് പോയാലോ? സെൻറ്റൻസിലോ ആർട്ടിക്കിളിലോട്ട് പോവാം. എന്നിട്ട് ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ് എന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ടേ. അപ്പോഴേക്കും ഞാൻ ഈ സെൻറ്റൻസ് ബാക്കിയുള്ള സെൻറ്റൻസ് ഒന്ന് വായിച്ചു വിടാം. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇടും. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. A summons was issued against him, but the precariousness of the panacea was the leading discussion among the family. Uncertainty of the solution. Okay, was the leading discussion. Okay, great. Clear alle? Engiluru thumbs up, everyone. Thumbs up പറഞ്ഞു ഇട്ടോളൂ, എന്നാലും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. The local fund audit report has revealed the sluggish, profligate and mismanagement in തെറ്റിയല്ലോ അവിടെ. Reveal the sluggish, profligate what? എന്നാലേ മിസ്മാനേജ്മെന്റ് എന്നിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ന് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ചിപ്പി അവിടെ എന്ന് പറയും ആൻഡ് ഇടുമ്പോൾ ഈക്വൽ ആയ പാർട്സ് ഓഫ് സ്പീച്ച് വരണം. ഇപ്പോൾ ചിപ്പി ഇവിടെ ആൻഡ് ഇട്ടേക്കുന്നത് എന്തിനാ? സ്ലഗിഷ് അഡ്ജക്റ്റീവ് ആണ്, പ്രൊഫ്ലിഗേറ്റ് അഡ്ജക്റ്റീവ് ആണ്, മിസ്മാനേജ്മെന്റ് മാത്രം നൗൺ. മനസ്സിലായോ? എന്നിട്ട് ഇൻ വേരിയസ് കീ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റോങ് ഇൻ ദി യൂസേജ്, ഗ്രാമാറ്റിക്കൽ തെറ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം സ്ലഗിഷ് ബിഹേവിയർ, പ്രൊഫ്ലിഗേറ്റ് മാനർ ആൻഡ് മിസ്മാനേജ്മെന്റ് ഇൻ വേരിയസ് കീ പ്രൊജക്ട്സ് എന്ന് കൊടുത്താൽ ദാറ്റ്സ് റൈറ്റ്. Chinese made robotic fish to lessen the precariousness of plastic in waters is a panacea to plastic pollution. Yes. Indian government doled the subsidies through direct beneficiary system. Okay, direct ആയിരിക്കും. Okay. People in the next door mooted a complaint against her clamor. അത്രയൊച്ചയായിരുന്നോ? Moving on, people cart before the horse. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ. അപ്പോൾ കുതിര കെട്ടുന്നതിന് മുമ്പ് നമ്മൾ കുതിര വരാണ് മുമ്പിൽ വരേണ്ടത്. പക്ഷേ കുതിരയുടെ മുമ്പിൽ നമ്മൾ കൊണ്ട് കാട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ദാറ്റ്സ് നോട്ട് റൈറ്റ് എന്നാണ് പറയുന്നത്. ദെൻ ദാറ്റ് ഇസ് വാട്ട് യു ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അപ്പോൾ എന്താണ് നമ്മുടെ കുതിര കെട്ടിയ പരിപാടി എന്താ നമുക്ക് നോക്കണ്ടേ? അത് നമ്മുടെ പോലീസിനിട്ടുള്ള കൊട്ടാണ്. ലെറ്റ്സ് സീ. ഷീ ക്ലാമേർഡ് അറ്റ് ഹിം ടു പ്രീഎംപ്റ്റ് തെഫ്റ്റ്. പ്രിവെന്റ് തെഫ്റ്റ്. അത് കൊള്ളാം. അല്ലേ? റൈറ്റ്. പോലീസ് ഷുഡ് നോട്ട് അറസ്റ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഫിഷ് ഫോർ എ പോസിബിൾ ഒഫൻസ്. നമ്മുടെ പോലീസുകാരുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കട്ടവനെ കിട്ടില്ല, കണ്ടവനെ പിടിക്കുന്ന ഒരു പരിപാടി. അതുണ്ടായിരുന്നു കേട്ടോ, അത് ഇപ്പോഴും ഉണ്ടില്ലെന്ന് പറയുന്നില്ല. ഇപ്പോഴും പലയിടത്തും നടക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നു മാത്രം. അപ്പോൾ പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എങ്ങനെ ചെയ്യരുത്? ഇറ്റ്സ് എ സജഷൻ ഫോർ ദ പോലീസ്. അറസ്റ്റ് ചെയ്യരുത്. ആദ്യമേ ചാടിക്കയറി അറസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ദേ ആർ ട്രൈങ് ടു ഒബ്റ്റെയിൻ എ പോസിബിൾ ഒഫൻസ്. എന്നിട്ടൊരു ഒഫൻസ് കണ്ടെത്താം. അതായത് കുറച്ച് പേരെ പിടിച്ച് വെച്ചേക്കാം. അപ്പോൾ ഒഫൻസ് കിട്ടിയ അവന്മാരെ പിടിച്ച് അതിൻ്റെ ഒഫൻസ് ഇവരുടെ തലയിൽ അങ്ങ് എടുത്തിടാം. ദാറ്റ്സ് സംതിങ് ബാഡ്. അതായത്
നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ. അതിനെയാണ് പറയുന്നത്. അപ്പോൾ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒഫൻസ് വരട്ടെ എന്ന് നോക്കുന്നു. അതായത് ഹോഴ്സ് ആണ് ആദ്യം വരേണ്ടത്. ഹോഴ്സ് വന്നു കഴിഞ്ഞാൽ കാട്ട് കിട്ടിയ കുഴപ്പമില്ല അതിന്റെ പുറകെ, അല്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. ആദ്യമേ അറസ്റ്റ് ചെയ്ത് വെക്കും ആൾക്കാർ. അതായത് നേരത്തെ വെച്ചേക്കാം, കൾപ്രിറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം, അവരായിരിക്കും അക്യൂസ്ഡ്. മനസ്സിലായോ? എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു അവസ്ഥയാണ്. ദാറ്റ് സംതിങ് റോങ്. അതിനെതിരെയാണ് നമ്മുടെ കോടതി, സുപ്രീം കോർട്ട് ജസ്റ്റിസ് ഇതിലെതിരെ ഇടപെടുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് അതോറിറ്റീസ് ഡിഡ് ലിറ്റിൽ ഓർ നത്തിങ് ടു പ്രിഎംപ്റ്റ് ദ എക്സ്പാൻഷൻ ഓഫ് monkeypox came in the country. Yes, great. ഓഹോ, രേവതി നമ്മുടെ BTS ആണോ? ഓക്കെ BTS ആണല്ലോ. എൻ്റെ വീട്ടിൽ 2 BTS ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആർമി ഉണ്ടല്ലേ? അപ്പോൾ BTS ആർമിയാണ്. കൈ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ തന്നെ അവൾ ഇടുന്നത്. എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാറുണ്ട്. I know that. Yes, moving on. 2 recent pronouncements, one a judicial order, another a public speech by the Chief Justice of India, CJI, have drawn attention to the manner in which bail law operates in the country. While the Supreme Court in Satendra Kumar until versus CBI has sought to expand the scope for the grant of early bail to those arrested without sufficient cause, the CJI, Supreme Court of India, Chief Justice of India, NV Ramana, നമ്മുടെ പുള്ളി, has bemoaned the injury to personal liberty caused by hasty arrests, hurdles in the way of releasing suspects on bail, and prolonged incarceration of those under trial. The expressions of concern are a timely reminder to regimes that have been spelling direct ആണ്. ഓക്കെ ടൈപ്പ് ഓണിങ് ഇറ്റ്സ് ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പം നമുക്ക് നോക്കാം പിള്ളേരെ. അപ്പോൾ ഈ കഴിഞ്ഞ 2 പ്രൊനൗൺസ്മെന്റ്സ് നമ്മുടെ സുപ്രീം കോർട്ട് മേക്ക് ചെയ്തു. പ്രൊനൗൺസ്മെന്റ്സ്, റീസെന്റ് പ്രൊനൗൺസ്മെന്റ്സിനെ പറ്റി പറയുന്നത്. ഒന്ന് ജുഡീഷ്യൽ ഓർഡറിനെ പറ്റിയുള്ളതാണ്. ജുഡീഷ്യൽ ഓർഡറിനെ ഒന്നൊരു ജുഡീഷ്യൽ ഓർഡറാണ്. ഒന്നൊരു ജുഡീഷ്യൽ ഓർഡറും, അതായത് ഇത് കൊണ്ട് ഒരു കറക്റ്റായിട്ട് ഒരു നിയമം, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ആൻഡ് അനദർ വൺ ഒരു പബ്ലിക് സ്പീച്ച് നടത്തി. ആര്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ NV രമണ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ നിന്ന് ഹീസ് ഡ്രോയിങ് അവർ അറ്റൻഷൻ ടു ദ മാനർ ഇൻ വിച്ച്. അപ്പോൾ അവിടെ മെയിനായിട്ട് നമ്മുടെ മാനർ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? നമ്മുടെ നാട്ടിലെ ബെയിൽ ലോ എക്സിസ്റ്റ് ചെയ്യുന്ന രീതി ഓർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയെ ഒന്ന് അതിലേക്കുള്ള ശ്രദ്ധ ഒന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനാണ് ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോർട്ട് പറയാണ്, while the Supreme Court നമ്മുടെ സത്യേന്ദർ കുമാർ അൻറ്റിൽ വേഴ്സസ് CBI കേസിൽ അവർ എക്സ്പാൻഡ് ചെയ്യുവാണ് ഈ സ്കോപ്പ് ഓഫ് ഗ്രാൻഡിങ് ബെയിൽ, ഏർലി ബെയിൽ. നേരത്തെ ബെയിൽ കൊടുക്കുന്നു, കൊടുക്കുന്നു, പ്രൊവൈഡ് ചെയ്യുക, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ്. അതായത് അവർ ആർക്കാണ്? ടു ദോസ് അറസ്റ്റഡ് വിതൗട്ട് സഫിഷ്യൻറ്റ് കോസ്. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്ക് ബെയിൽ നേരത്തെ കുറച്ച് ഏർലി ബെയിൽ കൊടുക്കുന്നൊരു പരിപാടി അങ്ങനെ പറയാം. അതിൻ്റെ സമയത്ത് NV രമണ പറയുകയാണ്, പുള്ളി അദ്ദേഹത്തിന് ഡിസപ്രൂവ് ചെയ്യാണ് ദ ഇഞ്ചുറി ടു പേഴ്സണൽ ലിബർട്ടി. ശരിക്കും പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലിബർട്ടി, അവരുടെ പേഴ്സണൽ ഫ്രീഡത്തിന് നമ്മൾ വരുത്തി വെച്ച ആ ഒരു എന്താ പറയുക, ഇഞ്ചുറി, അതിന് വരുത്തി വെച്ച ഹാം, അല്ലെ, അവർക്ക് വരുത്തി വെച്ച നഷ്ടം, അതിനെ അദ്ദേഹം വല്ലാണ്ട് അതിനോട് വളരെ സങ്കടവും ഡിസപ്പോയിൻമെന്റും ആങ്കറും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഹീസ് ബിമോർണിംഗ് എല്ലാം കൂടി ഒരു മിക്സ്ഡ് ഇമോഷനാണ്. ഞാൻ പറഞ്ഞു, ആങ്കർ, സങ്കടം, ഡിസപ്പോയിൻമെന്റ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ ഇതിന് കാരണമാകുന്നത്? ഹേസ്റ്റി അറസ്റ്റ്, ധൃതിപ്പെട്ടുള്ള അറസ്റ്റ്. രണ്ടാമത്തത് ഹേർഡിൽസ് ഇൻ ദ വേ ഓഫ് റിലീസിങ് സസ്പെക്ട്സ് ഓൺ ബെയിൽ. ബെയിൽ കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പാടാണ് ചിലരൊക്കെ, അല്ലേ? ഒന്ന് സസ്പെക്റ്റുകൾ ബെയിലിൽ കിട്ടാൻ വേണ്ടി നോക്കിയിട്ട് അത് ഒരുപാട് പ്രോബ്ലംസ്, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ആൻഡ് പ്രോബ്ലംസ്, അല്ലേ? മാത്രമല്ല പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇംപ്രസൺമെന്റ്, എത്ര കാലം ജയിലിൽ കിടക്കുക? വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ ട്രയലിന്റെ ഭാഗമായിട്ട്, അണ്ടർ ദ ട്രയൽ. അതൊക്കെയാണ് ഈ പറയുന്ന പേഴ്സണൽ ലിബർട്ടിക്ക് തടസ്സം വരുന്ന കുറച്ച് കാരണങ്ങൾ എന്ന് പറഞ്ഞ് CV രമണ എന്ത് ചെയ്യാണ്? അതിനെ ഈ പറയുന്ന അവസ്ഥയെ ബിമോൺ ചെയ്യാണ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ സംഭവം. ഓക്കെ, അപ്പോൾ ഈ ഇദ്ദേഹം കാണിച്ച ഈ കൺസേൺ എന്ന് പറയുന്നത് ഒരു ടൈംലി റിമൈൻഡർ, നമുക്കൊരു കറക്റ്റ് ടൈമിന് നമുക്ക് കൊണ്ടുവന്നൊരു റിമൈൻഡർ നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്യണം, അല്ലെ? ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു സമയമാണ്. ദാറ്റ് റെഷീംസ്, അതായത് ഗവൺമെന്റ്സ് അല്ലെ റൂളിംഗ് പാർട്ടി ദാറ്റ് ഹാവ് ബീൻ യൂസിങ് ദെയർ പോലീസ് പവേഴ്സ്, റൂളിംഗ് പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് റെഷീം എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന അർത്ഥമാണ് കേട്ടോ. യൂസിങ് ദ പോലീസ് പവേഴ്സ് ടു ക്രാക്ക് ഡൗൺ ഓൺ ക്രിറ്റിക്സ്, activists and those not politically aligned with them. However, there is an irony in courts batting for personal liberty and lamenting indiscriminate arrest on one hand, but routinely denying bail or postponing bail hearings on the other. Nevertheless, the verdict reiterating the major principles in favor of granting bail and laying down constructive guidelines for arrest is quite valuable.
For instance, the bench is called for standing orders to adhere to Arnesh Kumar 2014 principles based on section 41 and section 41A of the Code of Criminal Procedure, under which a police officer is required to record reasons for arresting an accused and is expected to issue a notice. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് വരാം കേട്ടോ പിള്ളേരെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പോലീസുകാർ ചെയ്യുന്ന പരിപാടി എന്താണ്, അല്ല നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടി എന്താ, പോലീസിനെ ഉപയോഗിക്കുകയാണ്. ദേ ആർ യൂസിങ് ദ പോലീസ് പവേഴ്സ്, ഉപയോഗിക്കുകയാണ്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്. അതിപ്പോൾ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും, പോലീസിനെ ഉപയോഗിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദെയർ പർപ്പസ്, ഫോർ ക്രാക്കിംഗ് ഡൗൺ ഓൺ, ടു ക്രാക്ക് ഡൗൺ, ക്രാക്കിംഗ് ഡൗൺ അല്ലെങ്കിൽ ടു ക്രാക്ക് ഡൗൺ, ഫോർ ക്രാക്കിംഗ് ഡൗൺ അല്ലെങ്കിൽ ടു ക്രാക്ക് ഡൗൺ ഓൺ, അതായത് ബീങ് സ്ട്രിക്റ്റ് ഓൺ, കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആക്കുവാണ്, ബി സ്ട്രിക്റ്റർ ഓൺ ക്രിട്ടിക്സ്. ആർക്കൊക്കെ വരില്ല കുറച്ചുകൂടെ ഇത് കൊടുക്കുന്നത്, ക്രിട്ടിക്സ്, ആക്ടിവിസ്റ്റുകളൊക്കെയാണ് അവർക്ക് പ്രശ്നം. മാത്രമല്ല അവർക്കെതിരായിട്ട് തോന്നുന്നു, ദോസ് നോട്ട് അല്ല പൊളിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കലി അവരുമായിട്ട് നല്ല രീതിയിൽ സ്വരച്ചേർച്ചില്ല, ചകട ഉള്ളവരെ എല്ലാവരും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പോലീസിനെ ഉപയോഗിക്കുന്നു. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി. ഹവർ എന്നിരുന്നാലും നോക്കി പിള്ളേരെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് കൊഹീസീവ് ഡിവൈസ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. സോ വൈൽ വി റീഡ് ദ ആർട്ടിക്കിൾ എല്ലാവരും ശ്രദ്ധിക്കുക. കൊഹീസീവ് ഡിവൈസ് ആണിത്. ടു കണക്ട് എ സെന്റൻസ് വിത്ത് അനദർ സെന്റൻസ്, കുറച്ചുകൂടെ അടിപൊളിയാക്കും, മാർക്ക് കൂടുതൽ വീടും ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഹവർ എന്നിരുന്നാലും ഇവിടെ ഒരു ഐറണി ഉണ്ട്. ദർ ഇസ് എ ഐറണി, വൈരുദ്ധ്യമുണ്ട്. എന്താ വൈരുദ്ധ്യം ഇൻ ദ കോർട്ട്? കോർട്ടിലുള്ള വൈരുദ്ധ്യം ഈസ് ദാറ്റ് ദർ ഇസ് എൻ ഐറണി ഇൻ ദ കോർട്ട് ദാറ്റ് നമ്മൾ ഈ ബാറ്റ് ചെയ്യാണ്, നമ്മൾ പേഴ്സണൽ ലിബർട്ടിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ, അല്ല നമ്മൾ ബാറ്റ് ചെയ്യുന്നത് പേഴ്സണൽ ലിബർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻഡിസ്ക്രിമിനേറ്റ് അറസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലാമെന്റ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു ഭാഗത്ത് ബട്ട് റുട്ടീൻലി, സ്ഥിരമായിട്ട്, അതായത് ദിനചര്യയായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഡിനൈങ് ബെയിൽ അല്ലെങ്കിൽ പോസ്റ്റ്പോണിങ് ബെയിൽ ഹിയറിങ്സ്. അതിനാണ് നടക്കും. അതേസമയം അതാണ് ഇവിടുത്തെ ഐറണി. ഇതേ സമയം നമ്മൾ പേഴ്സണൽ ലിബർട്ടിക്ക് വേണ്ടി ഇൻഡിസ്ക്രിമിനേറ്റ് അറസ്റ്റിനെതിരെ ലാമെന്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് മറുഭാഷത്ത് നടക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ ഐറണി നടക്കുന്ന ഒരു, അതാണ് ഇവിടുത്തെ വൈരുദ്ധ്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെവർത്ത്ലെസ് അല്ലെ, ഓൾദോ, നെവർത്ത്ലെസ് നമ്മൾ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കും. ഇവിടെ പ്രിപ്പോസിഷനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നോക്കിക്കേ. അല്ലെങ്കിൽ ഇത് ഓൾഡോ എന്നൊക്കെ അർത്ഥം വരുന്ന സെയിം മീനിങ് വരുന്ന സാധനമാണ്. അഗൈൻ ഇതെന്താണ്, ഒരു കൊഹീസീവ് ഡിവൈസ് ആണ്, നെവർത്ത്ലെസ് അല്ലേ. ദ വേർഡിക്ട് റീട്രേറ്റിംഗ്, റിപ്പീറ്റിംഗ് ദ മേജർ പ്രിൻസിപ്പിൾസ് ഇൻ ഫേവർ ഓഫ് ഗ്രാൻഡ് ബെയിൽ. ഇവിടുത്തെ വേർഡിക്റ്റ്, ഇപ്പോഴത്തെ വേർഡിക്റ്റ്, പുള്ളി കൊടുത്ത വേർഡിക്റ്റ് എന്ന് പറയുന്നത്, രമണ കൊടുത്ത വേർഡിക്റ്റ്, അദ്ദേഹം കൊടുത്ത വേർഡിക്റ്റ് എന്ന് പറയുന്നത് റീട്രേറ്റ് ആണ്, റീസ്റ്റേറ്റ് ചെയ്യാണ്. എന്താണ്, നമ്മുടെ മേജർ പ്രിൻസിപ്പിൾസ് ഇൻ ഫേവർ ഓഫ് ഗ്രാൻഡിങ് ബെയിൽ ഗ്രാൻഡ് ചെയ്യാൻ. ആൻഡ് ഒരു പ്രത്യേകിച്ച് നമ്മളൊരു ഫോർമുലേറ്റ് ചെയ്യണം, ഒരു കൺസ്ട്രക്റ്റീവ് ഗൈഡ് ലൈൻസ് വേണം അറസ്റ്റ് ചെയ്യുന്നതിന്. കാര്യം എന്നാലേ അത് വളരെ വാല്യുബിൾ ആയ ഒരു കാര്യമാണ്. നമ്മൾ ബെയിൽ കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ഗൈഡ് ലൈൻസ് വേണം, ഈ കൺസ്ട്രക്റ്റീവ് ഗൈഡ് ലൈൻസ് വേണം ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി. അറസ്റ്റ് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് വെച്ച് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അത് ഭയങ്കര വാല്യുബിൾ ആയ ഒരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഫോർ ഇൻസ്റ്റൻസ്, വീണ്ടും ഒരു കൊഹീസീവ് ഡിവൈസ്. ഫോർ എക്സാമ്പിൾ അല്ലേ. അപ്പൊ അതിന് എക്സാമ്പിൾ കൊടുക്കുവാണ്. എക്സാമ്പിൾ ആരുടെ കൊടുത്തേക്ക് നോക്കിയേ, ബെഞ്ച്, അതായത് ഇത്ര ആൾക്കാരുള്ള ബെഞ്ച്, അതായത് നമ്മുടെ കോർട്ടിലെ ജഡ്ജസ് ഒക്കെ കൂടിയ ഒരു ബെഞ്ച് ഹാസ് കോൾഡ് ഫോർ, ഡിമാൻഡഡ്, എന്താ ഡിമാൻഡ് ചെയ്തേ, ഒരു സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഡിമാൻഡ് ചെയ്തു. കാരണം പെർമനന്റ് ആയിട്ട് ഒരു ലോ ഓർഡർ ഇൻസ്ട്രക്ഷൻസ് വരണം. എന്തിനു വേണ്ടിയിട്ടാ, അർണേഷ് കുമാറിന്റെ കേസ് 2014 അദ്ദേഹത്തിന്റെ ഇതിൽ അഡിയർ ടു ദ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ സെക്ഷൻ 41A ബേസിസിൽ, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അതിന്റെ ബേസിസിൽ പോലീസ് ഓഫീസർ എന്ത് ചെയ്യണം, ഒരു പോലീസ് ഓഫീസർ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഹി ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ്. ഇറ്റ്സ് റിക്വയർഡ് ഇൻ ദ സെൻസ് ഇറ്റ് ഇസ് മാൻഡേറ്ററി, ഇറ്റ്സ് എസെൻഷ്യൽ, ഇറ്റ്സ് നെസസറി ടു റെക്കോർഡ് റീസൺസ് ഫോർ അറസ്റ്റിംഗ് ആൻ അക്യൂസ്ഡ്. ഒന്ന് എന്ത് ചെയ്യണം, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള, അക്യൂസിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു റീസൺസ് റെക്കോർഡ് ചെയ്യണം, ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് എക്സ്പെക്ടഡ് ടു ഇഷ്യൂ എ നോട്ടീസ്, ആൻഡ് അതൊന്ന് റിക്വയർമെന്റ് ആണ്. അടുത്തത് എക്സ്പെക്ട് ചെയ്യുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു, ടു ഇഷ്യൂ എ നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ഇൻ ദ കേസസ് ഇൻവോൾവിംഗ് ഒഫൻസസ് ദാറ്റ് അട്രാക്ട് എ പേഴ്സൺ ഇൻ ടേം ഓഫ് ലെസ് ദാൻ 7 years. മാത്രമല്ല രണ്ടാമത്തെ കാര്യം, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുക ഓഫ് അപ്പിയറൻസ് ഇൻ കേസസ് ഇൻവോൾവിംഗ് ഒഫൻസ്. ചില കേസസ് ഉണ്ടല്ലോ, ഏത് ഒഫൻസുകളുടെയാണ്, ചില പ്രിസൺ ഇത് വരും, ടേം ലെസ് ദാൻ 7 yearsനേക്കാളും താഴെയുള്ള ഇംപ്രസൺമെന്റ് വേണ്ടവർ അപ്പിയർ ചെയ്യണം, കേസസിന്റെ ഇതിൽ വേണ്ടി കോർട്ടിൽ അപ്പിയർ ചെയ്യണം ഇൻ കേസ് ഓഫ് ഇങ്ങനത്തെ ഒഫൻസസിൽ. അതിന് വേണ്ടി ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് പോലീസുകാരുടെ ഒരു ഉദ്യോഗമാണ്, അത് റിക്വയർമെന്റ് ആണ്, മറ്റത് എക്സ്പെക്റ്റഡ് ആയ ഒരു കാര്യമാണ്. അതാണ് ഇനി പോലീസുകാർ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അതല്ല ഇവിടെ നടക്കുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത് നമുക്ക് നോക്കിവിടാം. ഓക്കെ, let's move to the paragraph.
The verdict has other positive aspects. ഈ വേർഡിക്റ്റിന് വേറെ പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെയാണ് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. ആൻഡ് വാട്ട് ആർ ദ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ദിസ് വേർഡിക്റ്റ്? ഈ NV രമണ പറഞ്ഞ വേർഡിക്റ്റിന്റെ ഗുണം എന്താന്ന് നോക്കാം. Setting time limits for the disposal of bail and anticipatory bail applications, and underscoring that an arrest must be made only when actually required or to prevent the accused from fleeing justice or tampering with them. In an interesting contribution, the bench has mooted a separate bail act on the lines of the one in the United Kingdom to streamline the bail process. It is indeed true that despite the basics of bail law being quite known, especially that bail is a rule and its denial the exception, there is glaring inconsistencies over who gets bail, who is denied it, and at what stage it is given. ഇവിടെ പറയുന്ന വെച്ചാൽ അപ്പോൾ നമ്മുടെ വേറെ പോസിറ്റീവ് ആസ്പെക്ട്സ് എന്താ ഇതിനുള്ളത്? അതർ പോസിറ്റീവ് ആസ്പെക്ട്സ് ലെറ്റ്സ് ഡീൽ വിത്ത് ദാറ്റ്. നമുക്ക് ഈ ഒരു ഇത് വരുമ്പോൾ അത് പോസിറ്റീവ്, ഇത് മാത്രമല്ല കുറേ പോസിറ്റീവ്, അത് വേറെ കുറച്ച് പോസിറ്റീവ് ആസ്പെക്ട്സ് ഇപ്പോൾ പറഞ്ഞ പോസിറ്റീവ് ആസ്പെക്ട് കൂടാതെ അവിടെ പോസിറ്റീവ് ആസ്പെക്ട് അല്ല ആയിട്ട് പറയുന്നത്. ഇങ്ങനൊരു കാര്യം നടന്നാൽ ഇങ്ങനൊരു ആൾക്കാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാം, ചില തെറ്റായ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി പോസിറ്റീവ് ആസ്പെക്ട് എന്താ? നമുക്ക് എന്ത് ചെയ്യാം? ടൈം ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. എന്തിനാണ്? ബെയിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ആൻറ്റിസിപ്പറ്ററി ബെയിൽ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം ദാറ്റ് ദ അറസ്റ്റ്, ഈ പറയുന്ന വേണ്ടപ്പോൾ മാത്രം അറസ്റ്റ് മതി, വെറുതെ അനാവശ്യമായിട്ട് ചാടിക്കയറി ഓരോരുത്തർ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അക്യൂസ്ഡിനെ ജസ്റ്റിസിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാതിരിക്കാനുള്ളൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി അനാവശ്യമായിട്ട് എവിഡൻസിൽ കയറി ഇടപെടുന്ന പരിപാടിയും പറ്റില്ല. അതിൽ കയറി അനാവശ്യമായിട്ട് ഇന്റർഫിയർ ചെയ്യാനും പറ്റാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബെയില് വരാൻ വേണ്ടിയിട്ട്, ബെയില് സെറ്റ് ചെയ്യാൻ വേണ്ടി ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അടുത്ത ബെയിൽ അപ്ലിക്കേഷൻ, ആൻറ്റിസിപ്പേറ്റഡ് ബെയിൽ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മാത്രമല്ല ഉള്ളപ്പോൾ മാത്രം അറസ്റ്റ് ചെയ്യപ്പെടാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ജസ്റ്റിസിൽ നിന്ന് ഒഴിവായി ഒരാൾ രക്ഷപ്പെടാൻ നമുക്ക് സമയം കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അല്ലെങ്കിൽ ഒരാൾ എവിഡൻസിൽ ടാമ്പർ ചെയ്യാൻ, അതിൽ കയറി ഇടപെടാൻ, അനാവശ്യമായിട്ട് ഇന്റർഫിയർ ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെയാണ് പോസിറ്റീവ് ആസ്പെക്ട്സ് പറയാം. എന്നാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ, ബെഞ്ച് റേസ് ചെയ്തൊരു കാര്യം, മൂട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബെഞ്ച് ഒരു പുതിയ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ബെയിൽ ആക്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സജസ്റ്റഡ് ബെയിൽ ആക്ട്. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാൽ, ഈ ബെയിൽ ആക്ടിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ, യുണൈറ്റഡ് കിങ്ഡത്തിനോട് ലൈൻ ചെയ്ത് അവരുടെ രീതിയിൽ സിമിലർ ആയിട്ട് ഒരു ബെയിൽ ഓർഡറാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബെയിൽ പ്രോസസ്സ്, അങ്ങനത്തെ ഒരു ബെയിൽ പ്രോസസ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത് കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ സത്യമാണ്. എന്ത് ബെയിലോടെ ബേസിക്സ് ആയത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ബെയിലോടെ ബേസിക്സ് വളരെ ക്വൈറ്റ് നോൺ ആണെങ്കിൽ പോലും, ഡെസ്പൈറ്റ് ദാറ്റ് അങ്ങനെയാണെങ്കിൽ പോലും, എസ്പെഷ്യലി ബെയിൽ ഈസ് ദ റൂൾ. ബെയിൽ എന്ന് പറയുന്ന ഒരു റൂളാണ്. ആൻഡ് ഇറ്റ്സ് ഡിനയൽ ദ എക്സെപ്ഷൻ. ഡിനയൽ എന്ന് പറയുന്നത് അത് എക്സെപ്ഷനാണ്. അവിടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻകൺസിസ്റ്റന്റ്. ബെയിലൊരു നിയമമാണ്, അത് നമ്മൾ നിയമം ഡിനൈ ചെയ്യാന്ന് പറയുന്നത് ദാറ്റ്സ് സംതിങ് ബാഡ് അല്ലേ? അതെന്ന് പറഞ്ഞൊരു ഗ്ലെയറിങ് ഇൻകൺസിസ്റ്റ് ആണ്. അതായത് കണ്ണ് പൊട്ടുന്ന കൂട്ടുള്ള ഒരു ഇതായിട്ട്, വളരെ എന്താ പറയുക, അത്ര ഇൻകൺസിസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഇതായിട്ട് എവിഡൻ്റ്, കാരണം അത്രയ്ക്കും വെളിച്ചം അതിലോട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് സോ എവിഡൻ്റ് ആണ്. അങ്ങനത്തെ ഒരു ഇൻകൺസിസ്റ്റൻസ് ഓവറാണ് ഓവർ ഹു ഗെറ്റ്സ് ബെയിൽ. അപ്പോൾ ബെയിൽ കിട്ടുന്നവരെന്ന് പറയുന്നത് മനസ്സിലായോ? ബെയിൽ തടസ്സപ്പെട്ട് വെക്കുന്നവരും ബെയിൽ കിട്ടുന്നവരെന്ന് പറയുമ്പോൾ അവിടെ ഇൻകൺസിസ്റ്റൻസിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹു ഈസ് ഡിനൈഡ് ഇറ്റ്, അവിടെ നമുക്ക് രണ്ടും കിട്ടും. കിട്ടുന്നവരും ബെയിൽ കിട്ടാത്തവരും തമ്മിലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഏത് സ്റ്റേജിലാണ് ബെയിൽ കിട്ടുന്നത് എന്നും നമുക്കിവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ആ ഒരു രീതിയിൽ ഒരു ബെയിൽ ആക്ട് കൊണ്ടുവരുവാണ് ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ലെറ്റ്സ് മൂവ്. ആ ബെഞ്ചംഗം ആൾക്കാർ കേട്ടോ. അടുത്തത്, a separate law may provide a common reference point, but whether it will put an end to the country's understated rule, show me the man and I will show you the law, will never fade away. The state of magistracy also requires an overhaul. Magistrates seem conditioned to authorizing mechanical remand whenever someone is produced before them and to decline bail as soon as the prosecutor opposes it. Therefore, it is indeed welcome that the court has made it clear that the bail can be considered even without a formal application at the stage of production before the court, or when a person responds to a summons or warrant. More than the law, the police must first put an end to the practice of reflexively arresting the first and then fishing for a possible offense. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സെപ്പറേറ്റ് ലോ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു കോമൺ റെഫറൻസ് പോയിന്റ് കൊണ്ടുവരാൻ പറ്റും. ഒരു കോമൺ റെഫറൻസ് പോയിന്റ്, ബെയിലിന് ഒരു കോമൺ റെഫറൻസ് പോയിന്റ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും
whether it will put an end to the country's unstated law. നമ്മുടെ രാജ്യത്തെ അൺസ്റ്റേറ്റഡ് ലോയ്ക്ക് ഒരു വിരാമം ഇടാൻ ഇതിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഉറപ്പാണോ? അതായത് ഷോ മീ ദ മാൻ, ഐ വിൽ ഷോ യു ദ ലോ. എനിക്ക് നീ ആളെ കാണിച്ചു ഞാൻ പറഞ്ഞുതരാം ഏതാ ലോ എന്ന്. അതാണ് നമ്മുടെ കൺട്രിയുടെ അൺസ്റ്റേറ്റഡ് ലോ അല്ലേ? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആരെയാണോ ആളെ കാണിച്ചാൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാം, അവനാണ് പിന്നെ അവൻ്റെ എതിരെ ഞാൻ നിയമം എടുത്തോളാം, അന്നൊരു രീതിയാണ് നമ്മുടെ ഇന്ത്യയുടെ അൺസ്റ്റേറ്റഡ് ലോ, അൺസ്റ്റേറ്റഡ് റൂൾ. അതിന് ഒരു വിരാമം ഇടാൻ പറ്റുമോ എന്നുള്ളത് ആണ് നമ്മുടെ പോയിന്റ്, അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ അതൊരിക്കലും ഫെയ്ഡ് ചെയ്ത് പോവില്ല. ഇറ്റ് വിൽ നോട്ട് ഫെയ്ഡ് അവേ, ഇറ്റ് വിൽ നോട്ട് വാനിഷ്, ഡിസപ്പിയർ ചെയ്യില്ല. ഫെയ്ഡ് അവേ, ഡിസപ്പിയർ അല്ലേ? അത് ഡിസപ്പിയർ, അത്ര പെട്ടെന്നൊന്നും ഡിസപ്പിയർ ചെയ്യുന്ന ഒരു സംഭവം ആവില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് ഓഫ് മജിസ്ട്രേസി എന്താ ചെയ്യേണ്ടത്? ദേ ഓൾസോ റിക്വയർസ് ആൻ ഓവർഹോൾ. ഇങ്ങനെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ദേ ഹാവ് ടു ഹാവ് കൃത്യമായിട്ടൊരു സൂപ്പർവിഷൻ അതിന് വേണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളതിന് ഒരു സർവേ അതിന് വേണം, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ അതിന് വേണം. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? അതാണ് പ്രശ്നം. ഇത് നിയമം വന്നിട്ട് കാര്യമില്ല, അത് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊന്നും കൂടെ ഉറപ്പുവരുത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ദേ ആർ കണ്ടീഷൻഡ് ആണ്. ശരിക്കും അവർ കണ്ടീഷൻഡ് ആയ ഒരു രീതിയാണ്. അതായത് അവരെന്ത് ചെയ്യും? മെക്കാനിക്കൽ റിമാൻഡ് കൊടുക്കും. ദേ ആർ ഓതറൈസിങ് മെക്കാനിക്കൽ റിമാൻഡ് കൊടുക്കുന്നു. ആരാണോ ബിഫോർ ദ കോർട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അവരുടെ മുമ്പിൽ, മജിസ്ട്രേറ്റ്സിന്റെ മുമ്പിൽ ആരാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അവർക്ക് മെക്കാനിക്കലായിട്ട് റിമാൻഡ് കൊടുക്കും അവർ. എന്നാൽ അതേസമയം ഈ റിമാൻഡ് കൊടുത്ത ആൾക്കാർക്ക് ബെയിൽ ഡിക്ലൈൻ ചെയ്യാൻ അവർക്ക് പറ്റും. കാര്യം എന്തുകൊണ്ടാണ്? പ്രോസിക്യൂട്ടർ എപ്പോൾ പറഞ്ഞു, പ്രോസിക്യൂട്ടർ അത് ഒപ്പോസ് ചെയ്തോ എങ്കിൽ അവർ ആ ബെയിൽ എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യും. അതാണ് കണ്ടീഷൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കോർട്ട് വളരെ ക്ലിയർ ആയി കൊടുത്തത്. ബെയിൽ ക്യാൻ ബി കൺസിഡർ ഇവോൺ വിത്തൗട്ട് ആൻ ഫോർമൽ അപ്ലിക്കേഷൻ. ഫോർമൽ അപ്ലിക്കേഷൻ ഇല്ലെങ്കിലും ബെയിലിനെ കൺസിഡർ ചെയ്യാം എന്ന് പറയുന്നത് നല്ലൊരു മുന്നേറ്റമാണ്. ദ ഗുഡ് വൺ, ഇറ്റ്സ് എ ഗുഡ് വൺ, വി വെൽക്കം ഇറ്റ്. നല്ല കാര്യമാണ്. മനസ്സിലായോ? അതായത് ഈ പുള്ളിയെ ഒരു അക്യൂസിനെ കോർട്ടോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ഒരു ഫോർമൽ അപ്ലിക്കേഷൻ പോലും കൺസിഡർ ചെയ്യാതെ ബെയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഫോർമൽ അപ്ലിക്കേഷൻ പോലും കൊടുക്കാതെ ബെയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ദാറ്റ്സ് ഗുഡ് തിങ് അല്ലേ? അല്ലെങ്കിൽ ഒരു സമ്മൻസ് അയാൾക്ക് വിട്ടിട്ട് അല്ലെ വാറന്റ് വിട്ട് കഴിഞ്ഞപ്പോൾ അയാൾ കോർട്ടിൽ വന്ന് പ്രസന്റ് ചെയ്യപ്പെട്ടല്ല, അയാൾക്ക് ബെയിൽ കൊടുക്കാം, അതിലൊരു പ്രശ്നമില്ല. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് തിങ്, അത് കൊള്ളാം. പക്ഷേ നമുക്കിവിടെ പ്രസക്തിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രം അല്ല. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്തിനാ? ഒരു നിയമം ഉണ്ട്, പക്ഷെ അത് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശ്നം ഒരു നിയമമുണ്ട്, പക്ഷെ അത് നടപ്പിലാക്കുന്നുണ്ടോ. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോലീസുകാര് ആദ്യം ഈ എന്ത് ചെയ്യുക, പുട്ട് ആൻ എൻഡ് ടു ദ പ്രാക്ടീസ് ഓഫ് റിഫ്ലെക്സിവിറ്റി. അറസ്റ്റ് ചെയ്യുമ്പോൾ റിഫ്ലെക്സിവിറ്റി ആദ്യം ചാടിക്കയറി അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് പോസിബിൾ ഒഫൻസ് അതിനെ ആദ്യം നിർത്തലാക്കുക. അതിനാണ് ഇവിടെ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ഇറ്റ്സ് റിയലി അനലിറ്റിക്കൽ ആൻഡ് ഓൾസോ ക്രിട്ടിക്കൽ. നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു പോയിന്റ്. ആർഗ്യുമെന്റേറ്റീവ് ആണെന്ന് ഞാൻ പറയും, ഇറ്റ്സ് നോട്ട് ആൻ ആർഗ്യുമെന്റേറ്റീവ്, പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ക്രിട്ടിസൈസിങ് അല്ലെ, പോലീസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ആർട്ടിക്കിൾ പോകുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു അല്ലേ? ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണ്. നത്തിങ് മോർ ടു ഡിസ്കസ്, ഐ ഗാസ്. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് പറയൂ. എങ്കിൽ നമുക്ക് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകാം. ഇറ്റ്സ് ഓൾറെഡി ടൈം. നമ്മൾ എന്തായാലും സമയം എടുത്തു, ബട്ട് ഗ്രേറ്റ് ടു ഡിസ്കസ് ദിസ് സെന്റൻസ് വിത്ത് us അല്ലേ? രാഹുലെ കൊള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടു. കോവിഡ് പ്രോട്ടോകോൾ ഹെൽപ്പ് ടു പ്രീ എംപ്റ്റ് സ്പ്രെഡ് ഓഫ് കൊറോണ വൈറസ്. വൈറസിന്റെ സ്പെല്ലിംഗ് ജോമി ഓ ഇല്ല അവിടെ കേട്ടോ. യെസ്, ഐ തിങ്ക് ടി സ്റ്റാർ സത്യവ് ആൻഡ് ഫോമർ IPS were arrested in the manner. ഓക്കെ അങ്ങനെ അതെ. മൂവിങ് ഓൺ, പോവാം. ഓക്കെ ആണോ? ഒരു തംസപ്പെട്ടെ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പെട്ടെ മനസ്സിലായോ എല്ലാവർക്കും? എങ്കിൽ ലെറ്റ്സ് മൂവ് ടു ദി ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ശനിയാഴ്ചത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ കേസസ് ആർ ഇൻക്രീസ് ഇൻ ഇന്ത്യ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കേസസ് ആർ ഇൻക്രീസിംഗ് ഡ്രമാറ്റിക്കലി. യെസ് ഇറ്റ് ഇസ്. ക്വസ്റ്റ്യൻ ഇതാണ്, പിടിച്ചു പിള്ളേരെ. ഇൻക്രീസ് ടെസ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് അവയർനെസ് നോട്ട് സ്റ്റിഗ്മറ്റൈസ് ദി ഇൻഫെക്റ്റഡ് ക്യാൻ സ്റ്റോപ്പ് ദി സ്പ്രെഡ് ഓഫ് മങ്കി പോക്സ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എനിക്ക് ആകെ രണ്ട് പേര്, ഞാൻ ഇന്നലെ ഇവരെയും കൂടി ഞാൻ നോക്കിയപ്പോഴും രണ്ട് പേരെ എനിക്ക് ആൻസർ തന്നുള്ളൂ. മനസ്സിലായി? രണ്ട് പേരെ എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ. നോക്കിയേ, ഇൻക്രീസ്ഡ് ടെസ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് അവയർനെസ്. ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ്, ബിൽഡിംഗ് അവയർനെസ്, അതുപോലെ ബിൽഡിംഗ് അവയർനെസ് ബിൽഡ് ചെയ്യുന്നതും നോട്ട് സ്റ്റിഗ്മറ്റൈസ് ദി ഇൻഫെക്റ്റഡ് ക്യാൻ സ്റ്റോപ്പ് ദി സ്പ്രെഡ് ഓഫ് മങ്കി പോക്സ്. ഇവിടെ എന്താ തെറ്റെന്നൊന്ന് പറയാമോ പിള്ളേരെ? വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ്? ഈ സെന്റൻസിൽ എവിടെയോ ഒരു തെറ്റുണ്ട്. ക്യാൻ യു സ്പോട്ട് ഇറ്റ്? സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ.
പെട്ടെന്ന് ഒരു വേഗമേ പറയാൻ പറ്റുമോ? ക്യാൻ എനിബഡി? ആർക്കെങ്കിലും ഒരാൾക്ക് പറ്റുമെങ്കിൽ വേഗം പറയൂ. എന്നിട്ട് വേണം നമുക്ക് സംഭവം സെറ്റാക്കാൻ. വേഗം പറ. പറ 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 വേഗാട്ടെ വേഗാട്ടെ. ഞാൻ പിന്നെ നോക്കുകയാണേ സെൻറ്റൻസ് വേറെ ആരെങ്കിലും ആൻസർ തന്നു. രണ്ട് പേര് പാർവതിയും ഐശ്വര്യയും മാത്രമേ എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ. അത് നോക്കാൻ വേണ്ടി പോയതാ. ഇവിടെ എനിക്ക് ആൻസർ കിട്ടുമെങ്കിൽ ഐ വുഡ് ബി സോ ഹാപ്പി ആൻഡ് ഐ വിൽ ടെൽ യു വാട്ട് ഇറ്റ് ഈസ്. ഉണ്ടായിരുന്നു. അതെ, പാർവതി തന്നെ ആൻസർ വീണ്ടും തന്നിട്ടുണ്ട്. നോക്കാം. ഇൻക്രീസ്ഡ് ടെസ്റ്റിംഗ് സബ്ജക്റ്റ് 1 ഇത്. സബ്ജക്റ്റ് 2 ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ്. രണ്ടാമത് ബിൽഡിംഗ് അവയർനെസ് ബിൽഡ് ചെയ്യുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ്. ആൻഡ് മൂന്നാമത്തെ സബ്ജക്ട് നോട്ട് സ്റ്റിഗ്മറ്റൈസിങ് ദ ഇൻഫെക്റ്റഡ്. ഇൻഫെക്റ്റ് ചെയ്തവരെ നമ്മൾ ഒരു മറ്റു കണ്ണോട് നോക്കി അവരെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത്. സോ ഇവിടെ മൂന്നാമത്തെ സബ്ജക്റ്റിനാണ് നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ സബ്ജക്റ്റിനെ വേർബായിട്ട് V1 ആയിട്ട് കൊടുക്കരുത്. ബിക്കോസ് ഇവിടെ ഒരു സബ്ജക്റ്റ് V4 ആണെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് V4 തന്നെയാണ്. അപ്പം കോമ ഇട്ടിട്ട് മൂന്നാമത്തെ സബ്ജക്റ്റും V4 തന്നെ വരണം, സ്റ്റിഗ്മറ്റൈസിങ് വരണം. അപ്പോഴാണ് ആൻസർ കറക്റ്റ് ആവുക. സോ ഐ വുഡ് സേ ഇവിടെയും V4 ആൻഡ് ദിസ് വാസ് റോങ്. Stigmatizing the infected can stop the spread of monkeypox. Not only but also അല്ല കേട്ടോ. നോട്ട് ബട്ട് അല്ലല്ല, നോട്ട് ബട്ട് അല്ല, അതല്ല രാഹുലെ. നോട്ട് അല്ലാതെ വരാം. ഇൻക്രീസ്ഡ് ടെസ്റ്റിംഗ്, ബിൽഡിംഗ് അവയർനെസ്, നോട്ട് സ്റ്റിഗ്മറ്റൈസിങ് ദി ഇൻഫെക്റ്റഡ് ക്യാൻ. ആ 3 കാര്യം ക്യാൻ സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് monkeypox. ഇത് 3 നമുക്ക് വേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ ഓഫ് ടുഡേ. ഇന്നത്തെ ചോദ്യമാണ്, നോക്കിയോ. പെർഹാപ്സ് one reason why politicians are showering voters with dolls is the disconnect with overall economic growth and job creation. ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ബട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഗിവ് മീ യുവർ ആൻസേഴ്സ്. ഇന്ന് 3 മണിക്ക് നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുമായിട്ട് ഞാൻ വരും കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ലെറ്റ്സ് മേക്ക് എ ഡീൽ കേട്ടോ. അപ്പോൾ 10th ലെവൽ മെയിൻസിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ 27-ാം തീയതി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ചെറുപടയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ 4ാമത്തെ ബാച്ച് ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്രാഷ് ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. Y314 കോഡ് ഉപയോഗിക്കാം, ഡിസ്കൗണ്ട് കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറി വൺ. നമ്മുടെ ചാനലിൻ്റെ കാര്യം മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ടു മാക്സിമം. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ആൻസർ തരിക. സോ താങ്ക് യു എവറി വൺ. ബി സേഫ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എവറി വൺ. ബി സേഫ് ആൻഡ് ഹാപ്പി ആസ് വെൽ. അപ്പോൾ നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ. ഇന്ന് 3 മണിക്ക് ഞാൻ വരുന്നുണ്ട്. 3 മണിക്കും കാണാം, അടുത്ത ക്ലാസ്സിലും കാണാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.